അത് അയ്യപ്പ സംഗമത്തെ തകർക്കാനുള്ള മാധ്യമ ഗൂഢാലോചനയെന്നാണ് കേരളം ഞെട്ടിയ മാരകമായ ക്ഷേത്രക്കൊള്ള വാർത്തയുടെ ആദ്യ നാളുകളിൽ CPM സർക്കാർ മന്ത്രിമാരൊക്കെ ഉരുക്കഴിച്ച് പറഞ്ഞത്. പിന്നീട് ആ സുഭാഷ് കപൂർ മോഡൽ മാഫിയ കോക്കസ് കാട്ടുകള്ളന്മാർ കൂട്ടത്തോടെ കൂട്ടിലായതും അയ്യപ്പനെ കാക്കാൻ ഏൽപ്പിച്ചവർ ആ കൊള്ളയ്ക്ക് ഉളുപ്പില്ലാതെ സാമന്തപ്പണി ചെയ്തതും നക്ഷത്രം പോലെ തെളിഞ്ഞതാണ്. ആ റെഡിമെയ്ഡ് ക്ലീഷേ ക്യാപ്സൂൾ പിന്നെ ആരും പറഞ്ഞു കേട്ടില്ല. ഇതായി നെൻവാസവും നേരത്തെ പോറ്റിയും മുരാരിയും അടക്കം കോൺസ്പിറസി തമ്പ്രാക്കന്മാർ പൊടിയും തട്ടിയിറങ്ങിയ കട്ട മുതൽ എവിടെയെന്നോ മോഡസ് ഒപ്പറാണ്ടി എങ്ങനെയെന്നോ ആർക്കും അറിയാതെ അന്വേഷണം അന്തരിക്കുന്നോ എന്നൊരു വിശ്വാസിയാശങ്കയ്ക്കിടയിൽ ആ വിശ്വാസികളെ ഗുണപ്പെടുത്താനെന്ന വ്യാജത്തിൽ സംഘടിപ്പിച്ച ഒരു രാഷ്ട്രീയ സംഗമം ധൂർത്തിൽ തോന്നിയ വാസ്തവത്തിൽ വിശ്വാസികൾ കൊടുത്ത കോടിക്കണക്കിന് രൂപ വെറുതെ പൊടിച്ചു കളഞ്ഞൊരു നഷ്ടസംഗമം എന്ന കോടതിയിൽ കണക്കാണ് സാക്ഷ്യം. എല്ലാം സ്പോൺസർഷിപ്പ്, ഏതോ വ്യവസായികൾ കോടികൾ ഒഴുക്കും, ദേവസ്വത്തിന് നയാ പൈസയുടെ ചെലവില്ലെന്നൊരു സത്യവാങ്മൂലത്തിൽ കള്ളം പറഞ്ഞത് കോടതിയോട് മാത്രമല്ല, മന്ത്രിമാർ കേരളത്തോട് പറഞ്ഞു. എന്നിട്ട് ആ കണക്ക് പോയി ദേവസ്വം ബോർഡിനോട് ചോദിക്കുന്ന VN വാസവന്റെ കൈമലർത്തൽ ഇറസ്പോൺസിബിൾ ആണ്. എന്നിട്ട് ആ പോറ്റിയകത്താവാൻ നിമിത്തം ക്ഷേത്രക്കൊള്ള പുറത്തു വരാൻ കാരണം അയ്യപ്പ സംഗമം എന്നൊക്കെ ഒരു ചിരിയോടെ പറയുന്ന വാസവൻ സാറേ നമോവാകം. ആ വിശ്വാസികളെ ഉദ്ധരിക്കാനുള്ള പരിപാടി എന്നായിരുന്നു വാദമെങ്കിൽ ആ ഫ്ലെക്സിൽ നിറയേണ്ടത് അയ്യപ്പനാണ്, അല്ലാതെ മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും അല്ല. രാഷ്ട്രീയ പരിപാടിയിൽ നമ്മൾ കണ്ടതാണ് വിദ്വേഷം പറയുന്ന നേതാവിനെ കെട്ടിയെഴുന്നള്ളിക്കൽ, ഏതോ കിട്ടാക്കളിപ്പാട്ടം കിട്ടിയ ഒരു കുട്ടിയുടെ സന്ദേശത്തോടെ യോഗിയുടെ സന്ദേശം വായിക്കൽ, ഉദ്ദേശ രാഷ്ട്രീയ ലക്ഷ്യം 8 നിലയിൽ പൊട്ടിയത് അയ്യപ്പന്റെ ശക്തി എന്ന വിശ്വാസി പറയും. 4000 പേര് വരുന്നുവെന്ന്, അതിന്റെ പകുതി പോലും ഇല്ലാതെ ഒഴിഞ്ഞ കസേരകളുടെ ഒറ്റനാൾ പരിപാടിക്ക് 7-8 കോടിയെങ്കിൽ വിളമ്പിയിട്ടുണ്ടാകണം പൊന്നുകൊണ്ട് കാച്ചിയ പൈനാപ്പിൾ പുളിശ്ശേരി. 45 നാളിലകം കണക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ തരാം എന്ന് പറഞ്ഞങ്ങ് ട്രപ്പീസ് കളിയ കണക്ക് വെച്ചത് 5-ാം മാസം. അടിമുടി പോരായ്മയാണ് പൊരുത്തക്കേടുകളുടെ ഘോഷയാത്ര. ആ പരിപാടി നടത്തിപ്പിൽ എന്തോ ജർമ്മൻ പന്തൽ എന്നൊക്കെ പറഞ്ഞ് ടെൻഡറില്ലാതെ ആ സംഘം കോടികൾ തരപ്പെടുത്തിയെന്ന വാർത്ത സത്യമാണെങ്കിൽ വിളിക്കേണ്ടത് ഊരാളുങ്കലെന്നല്ല ഊറ്റാലുങ്കലെന്നാണ്. ഒരു പന്തൽ കെട്ടാനും പഴയടത്തിന്റെ ഫുൾക്കാർ ഒട്ടിക്കും ബാക്കി PR-നും കൂമ്പടഞ്ഞു പോയ മാസ്റ്റർ പ്ലാൻ ചർച്ചകൾക്കും ഇത്രയും കോടികളൊന്നും നമ്പരക്കേണ്ട. ആ ചീഫ് സെക്രട്ടറിയും വകുപ്പ് സെക്രട്ടറിമാരടക്കം 3 മാസം ഓഫീസിൽ കുടിച്ച കാലിച്ചായക്ക് ചെലവ് 6,05,000-ലധികം രൂപയാണ്. സാറന്മാരെ, നാട്ടുകാരുടെ കാശാണെങ്കിലും ഒരു മര്യാദ വേണ്ടേ? അതെന്തൊരു ചായ കൂടി. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. 500-600 പേര് മാക്സിമം ഉണ്ടായിരുന്നതാണ് ആ പരിപാടിക്ക്. 600 പേര് പങ്കെടുക്കാൻ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിന് 5 കോടി 8 കോടി എന്നൊക്കെ പറയുന്നത് എവിടത്തെ കണക്കാണ്? മുഴുവൻ കളവാണ് ഇതിന്റെ പുറകിൽ നടക്കുന്നത്. അഴിമതിയാണ് ഇതിൻ്റെ അകത്ത് പുറത്ത് നടക്കുന്നത്. അയ്യപ്പന്റെ പേരിലും തട്ടിപ്പാണ് നടത്തിയത്. ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ 1 രൂപയോ 1 നയ പൈസയോ ഒരേക്കാൻ ഗവൺമെന്റിനോ ഞങ്ങൾക്ക് ആർക്കെങ്കിലും അധികാരമില്ല. അതെല്ലാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് നടന്ന സംഭവമാണ്. അതിന്റെ സ്പോൺസർമാരെയും കണ്ടെത്തിയത് അവരാണ്. ഒപ്പം വരവില കണക്കും തയ്യാറാക്കിയതവരാണ്. അത് അവരോട് ചോദിച്ചെങ്കിൽ പറയാൻ പറ്റുള്ളൂ. ശ്രീ D. സുരേഷ് കുമാർ, ശ്രീ VR അനൂപ്, ശ്രീ PR ശിവശങ്കർ, ശ്രീ രാഹുൽ ഈശ്വർ എന്നിവർ ചർച്ചയിൽ. ആദ്യം ശ്രീ സുരേഷ് കുമാറിലേക്കാണ്. ശ്രീ സുരേഷ് കുമാർ, ഈ അല്ലെങ്കിൽ തന്നെ PS പ്രശാന്തും അദ്ദേഹത്തിന്റെ ബോർഡും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണ റഡാറിലാണ്. ഇന്നലെയും കോടതി പറയുന്നത് 2018 മുതൽ 2025 വരെയാണ് ക്രൈം സ്പാൻ എന്നാണ്. അതിന്റെ കൂടെ അയ്യപ്പ സംഗമത്തിൽ കൂടി കുടുങ്ങാൻ പോവാണോ പ്രശാന്തിന്റെ ബോർഡ്? ശ്രീ സുരേഷ് കുമാർ. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ദേവസ്വം മിനിസ്റ്ററുടെ ഒരു ബൈറ്റ് നിങ്ങളൊരല്പം കാണിച്ച് അതിൻ്റെ ശബ്ദശകലം ഞാനും കേട്ടതാണ്. അതിൻ്റെ കണക്കുകളും മറ്റു കാര്യങ്ങളുമൊക്കെ യഥാർത്ഥത്തിൽ ഇനിയും പുറത്തു വരേണ്ടതായിട്ടുണ്ട്. കാരണം സ്പോൺസർഷിപ്പിലൂടെയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതെന്നാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ സ്പോൺസർഷിപ്പ് ഏറ്റിട്ടുള്ളവർ സ്പോൺസർഷിപ്പ് നൽകുകയും അതിനനുസരിച്ചാണ് ഈ ഏത് ഏജൻസിയാണ് അല്ലെങ്കിൽ ദേവസ്വം ബോർഡാണ് ഈ പരിപാടിയുടെ ആദ്യ സോഴ്സ് പണം ചിലവഴിച്ചതെങ്കിൽ റീഫണ്ട് ചെയ്യുക എന്നുള്ളൊരു രീതിയാണ് സാധാരണ ഇത്തരം പരിപാടികളിൽ നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ ദേവസ്വം ബോർഡ് അത് ചിലവഴിച്ചിട്ടുണ്ട് എങ്കിലും സ്പോൺസർഷിപ്പിലൂടെ പണം വരുമ്പോൾ അത് തിരിച്ച് അത് റീഫണ്ട് ചെയ്യുന്ന ഒരു രീതി നിലനിൽക്കുന്നത് കൊണ്ട് ഇപ്പം നമുക്ക് കണക്ക് കൃത്യമായി വ്യക്തമാക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അത് തീർച്ചയായിട്ടും അതിൻ്റെ ആഡിറ്റും മറ്റു കാര്യങ്ങളുമൊക്കെ ഈ സ്പോൺസർഷിപ്പ് വരുന്ന മുറയ്ക്ക് വളരെ കൃത്യതയോടുകൂടി മുന്നോട്ട് പോകും. ദേവസ്വം ബോർഡ് പോലെ വളരെ ഇത്രയും ഈ വർത്തമാന ഘട്ടത്തിൽ വളരെ കൃത്യതയോടുകൂടി പരിശോധിക്കപ്പെടുന്ന ഒരു ഏജൻസിക്ക് ഏതെങ്കിലും തരത്തിലുള്ള വൃഥാ ചെലവ് നടത്തി മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ഇതൊക്കെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ പോലുള്ള ആൾ ചികഞ്ഞ് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. പരിശോധിക്കുമ്പോൾ ഈ നഖമില്ലാത്തവനെ ആക്ഷേപിക്കാൻ വരുമ്പോൾ കൈയില്ല എന്നുള്ള കാര്യം കൂടെ വളരെ വ്യക്തമായി മനസ്സിലാക്കി. മുമ്പ് ഇവിടെ സെപ്റ്റംബറിൽ നടന്നതാണ്. നമുക്കതിലേക്ക് എത്താം. താങ്കൾ പറയുന്ന പ്രളയ ഫണ്ടിൽ വയനാട് നമുക്കതിലേക്ക് എത്താം. സെപ്റ്റംബറിൽ നടന്ന അയ്യപ്പ സംഘമാണ്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി 45 നാളും കണക്ക് വെക്കണമെന്ന് പറഞ്ഞ് ഇതുവരെ കണക്ക് വെച്ചിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ വെച്ച കണക്ക് പോലും ദേവസ്വം ബോർഡിന്റെ കണക്കല്ല, അത് ദേവസ്വം കമ്മീഷൻ കണക്കാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സബ്ജക്ട് കറക്ഷൻ. ഇനി എന്ന് ഈ പറയുന്ന കോടികൾ വരാനാണ്? കോടികൾ വന്നില്ലെങ്കിൽ നഷ്ടം ആരുടേതാണ്? വിശ്വാസികളിട്ട കാണിക്കയിലടക്കം വിട്ട ചില്ലിക്കാശ സാറേ നഷ്ടമായിരിക്കുന്നേ. എന്തിനു വേണ്ടി?
ഹാഷ്മി, നമ്മൾ ഈ രാഷ്ട്രീയ എതിരാളികൾ ഉന്നയിക്കുന്ന കാര്യം അതേപടി വാരി വിഴുങ്ങുന്നത് ആ ഒരു പ്രവണത ശരിയല്ല. പ്രത്യേകിച്ച് താങ്കളെപ്പോലെ ഏറ്റവും ഇന്ന് മാധ്യമരംഗത്ത് നിൽക്കുന്നതിൽ ഏറ്റവും മിടുക്കന്മാരിൽ ഒരാളായിട്ടുള്ളൊരു മാധ്യമ പ്രവർത്തകൻ അതേ രൂപത്തിൽ ഇതിനെ വിമർശിക്കുന്നത്, ഞാൻ അതിൻ്റെ വിമർശനമൊക്കെ ഞങ്ങൾക്ക് നേരെ വരുന്ന വിമർശനങ്ങളെയൊക്കെ ആരോഗ്യപരമായി ഉൾക്കൊള്ളുന്നതിൽ എനിക്ക് യാതൊരുവിധ സങ്കോചവുമുള്ള ഒരാളല്ല. അങ്ങനൊരു വിമർശനമുണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പരിപാടി സംഘടിപ്പിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും നമുക്കറിയാമല്ലോ, ഇത്തരം വലിയ വലിയ പരിപാടികൾ കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗത്തൊക്കെ നിൽക്കുന്ന ഒരാളാണ് നിങ്ങളും. ഒന്ന്, അതിൻ്റെ മെറിറ്റ് എന്തായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വരി ഇവിടെ പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. അതാണ് ഞാൻ പറഞ്ഞത്, വിമർശനങ്ങൾ ഏകപക്ഷീയമാകുന്നു, അല്ലെങ്കിൽ വിമർശിക്കാൻ വേണ്ടി വിമർശിക്കുന്നു എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടുന്നു. അതവിടെ നിൽക്കട്ടെ. എന്തിനാണ് ആഗോള അയ്യപ്പ സംഗമം? ആ ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷമുണ്ടായിട്ടുള്ള കോൺസിക്വൻസസ് നമുക്കറിയാം. അതും ഒരു ഭാഗത്ത് മറ്റൊരു ആ വിഷയം വരുമ്പോൾ നമുക്കതിലേക്ക് കടക്കാം. ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ മോട്ടീവ് എന്തായിരുന്നു? അത് ശബരിമലയെ ഇന്ന് കാണുന്ന രൂപത്തിൽ നിന്നും കൂടുതൽ വികസനോന്മുഖമായ പാതയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി വിശ്വാസികളുടെ ഒരു കൂട്ടായ്മയാണ് അവിടെ ഉണ്ടാക്കാൻ ശ്രമിച്ചത്. അത് ചെമ്മണ്ണ് തറയിലിരുന്ന് ആ പരിപാടി നടത്തി മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമല്ല. ഈ കാലഘട്ടം കേരളത്തിൽ ഉൾപ്പെടെ മാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ 24-ൻ്റെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അത് എത്രമാത്രം വർണ്ണാഭമായിരിക്കണം എന്നുള്ളത് അതിൻ്റെ സംഘാടകരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. അവിടെ വരുന്ന വിശിഷ്ട അതിഥികളെ എങ്ങനെയാണ് ക്ഷണിച്ച് ആനയിച്ച് അവരെ കൊണ്ടുവരേണ്ടത്, അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഈ മാറിയ കാലഘട്ടത്തിലെ ചിലവുകൾ അവിടെയും ഉണ്ടാകും. ഇത് സ്പോൺസർഷിപ്പിലൂടെ ഈ തുക സമാഹരിക്കാൻ വേണ്ടി നിശ്ചയിച്ചിരുന്നു എന്നുള്ളത് ഫാക്റ്റാണ്. അത് ചിലപ്പോൾ ഈ സ്പോൺസർഷിപ്പ് തുക വൈകാറുണ്ട്. ഇതിൻ്റെ വസ്തുത എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് വളരെ കൃത്യമായി അറിയില്ല. ദേവസ്വം ബോർഡ് നേതൃത്വം നൽകിയിരുന്നവരും അന്ന് നേതൃത്വം നൽകിയിരുന്നവരും ഇന്ന് നേതൃത്വം നൽകിയവരും കൂടെ അവരുടെ കൂടെ സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വന്നാൽ മാത്രമേ ഇതിൻ്റെ വസ്തുത എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇപ്പോഴത്തെ പ്രശ്നമെന്ന് പറയുന്നത്, കൃത്യമായി ഒരു കണക്ക്, ഓഡിറ്റിൻ്റെ ആദ്യ രൂപമാണ് പുറത്തു വന്നിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൃത്യമായ കണക്ക് വരുമ്പോൾ സ്പോൺസർഷിപ്പിൽ ഇത്ര, അല്ലെങ്കിൽ സംഘാടകരെന്നുള്ള നിലയിൽ ഞങ്ങൾ ഇത്ര രൂപ ചിലവാക്കി, സ്പോൺസർഷിപ്പ് കിട്ടും എന്ന പ്രതീക്ഷയിലായിരുന്നു. ഒരു പക്ഷേ സ്പോൺസർഷിപ്പ് കിട്ടാതെ വന്നിട്ടുണ്ടോ എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ എയറിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ഇതൊരു വിമർശനമാണ്. അവിടെ അത് ചെയ്തു ഇത് ചെയ്തു എന്ന രൂപത്തിലേക്ക് ഒരു വാക്കൊന്ന് പറഞ്ഞോട്ടെ. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി പറയുന്ന അതേ വാചകങ്ങൾ അതിനേക്കാൾ രൂക്ഷമായ ഭാഷയിൽ നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ തിരിച്ച് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യത്തിന് ഇടയ്ക്ക് കയറി ഡിസ്റ്റർബ് ചെയ്യുകയും ചെയ്തു. ഇതൊക്കെ പറയുന്ന കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടി ഒരു പെൺകുട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. ആ പെൺകുട്ടിയെ കബളിപ്പിച്ച് ഈ പ്രളയ ദുരന്ത ബാധിതരുടെ പേരിൽ പണം സമാഹരിച്ചിട്ടുണ്ട്. ആ പണം എന്ത് ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു മാധ്യമങ്ങൾക്കും ചർച്ചയില്ല. എന്ന് മാത്രമല്ല, അയാളെ വെള്ളപൂശുന്നതിൻ്റെ വ്യഗ്രതയിലാണ് ഈ നാട്, കുറച്ചാളുകളെങ്കിലും. അതെങ്കിലും നമ്മൾ മനസ്സിലാക്കണ്ടേ. ഞങ്ങൾ വിമർശനത്തിന് അതീതരൊന്നുമല്ല. ഞങ്ങളെ വിമർശിക്കാൻ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചോളൂ. പക്ഷേ അടിസ്ഥാനപരമായിട്ടുള്ള മോട്ടീവ് എന്തായിരുന്നു എന്നുള്ളത് കൂടെ പറയാനുള്ള സാമാന്യ മര്യാദ മാധ്യമപ്രവർത്തകർക്ക് കൂടെ ഉണ്ട് എന്നുള്ളത് എനിക്ക് ഈ സന്ദർഭത്തിൽ ബോധ്യം. നമുക്ക് അടിസ്ഥാനപരമായ മോട്ടീവ് എന്തായിരുന്നു എന്നും ആ മോട്ടീവിൽ ഏതൊക്കെ കാര്യങ്ങൾ ഒരു പടിയെങ്കിലും മുന്നോട്ട് പോയി നമുക്ക് അടുത്ത ഘട്ടത്തിൽ ഉറപ്പായി നമ്മൾ പരിശോധിക്കും. ശ്രീ സുരേഷ് കുമാർ, ഞാൻ അത് വേണ്ടെന്ന് വെച്ചതല്ല. ശ്രീ വി ആർ അനൂപ് ഉയരുന്നത് ഗുരുതരമായ ആരോപണമാണ്. അത് ഇനിയും വ്യക്തത വരാനുണ്ടെന്ന് സുരേഷ് കുമാർ പറയുന്നുള്ളതാണ്. കാര്യം ഇത് ഓഡിറ്റ് ചെയ്തിപ്പോൾ 45 നാൾ അകം കണക്ക് വെക്കാൻ പറഞ്ഞു. അത് നീട്ടി, പിന്നെയും നീട്ടി, കോടതി വിമർശനം ഉന്നയിച്ചു. ലാസ്റ്റ് ഇതിപ്പോൾ 5-ാം മാസമാണ് കേട്ടോ. ഇത് ഫെബ്രുവരി എന്ന് പറയുമ്പോൾ 5-ാം മാസമല്ലേ? അതെ, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, അപ്പോൾ 5-ാം മാസമാണ് കോടതിയിൽ കണക്ക് വെച്ചത്. ആ കണക്ക് മൊത്തം അടിമുടി അവിടെ പൊരുത്തക്കേടാണ്, പ്രശ്നമാണ്. ഈ സ്പോൺസർ ഇപ്പോൾ കിട്ടുമെന്ന് പറയുന്ന പണം സ്പോൺസർ കൊടുക്കാൻ വൈകിയ അത് സർക്കാരും ദേവസ്വം ബോർഡും കുറ്റക്കാരാണോ ശ്രീ വി ആർ അനൂപ്? ഹാഷ്മി, ഞാനിവിടെ ശ്രദ്ധിച്ചത് CPM പ്രതിനിധിയുടെ ഒരു വാദത്തിലെ ദുർബലതയാണ്. അദ്ദേഹം പറയുന്നത് എന്താ, ഹാഷ്മി വളരെ മിടുക്കനാണ്, പക്ഷേ ഞങ്ങളെ അങ്ങനെ വിമർശിക്കാമോ എന്നൊക്കെ വളരെ തുടക്കത്തിലെ ഇങ്ങനെ ഡിഫൻസിലേക്ക് പോകരുതെന്നാണ് അദ്ദേഹത്തിനോട് പറയാനുള്ളത്. ഇവിടെ എന്താണ് യാഥാർത്ഥ്യം? ഇവിടെ ദേവസ്വം ബോർഡ് മിനിസ്റ്റർ തന്നെ എന്താ പറഞ്ഞത്? ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ദേവസ്വം ബോർഡ് ഞങ്ങളല്ല എന്നാണ്. അദ്ദേഹം ദേവസ്വം ബോർഡിനെ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും ദേവസ്വം ബോർഡ് മിനിസ്റ്ററുടെ ഭാഗത്തുണ്ടായിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ എന്താണ് ചെയ്തത്, ദേവസ്വം വകുപ്പ് എന്താണ് ചെയ്തത്, ദേവസ്വം ബോർഡല്ലേ എന്നാ. അപ്പോൾ ഈ ദേവസ്വം ബോർഡ് ആരാ? ദേവസ്വം ബോർഡിലിരിക്കുന്ന പ്രശാന്ത് ആരാ? ഇവരുടെ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് അല്ലേ? പിന്നെ ഇതൊക്കെ മാറ്റി നിർത്തിയാൽ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പോസ്റ്ററുകൾ നിറഞ്ഞു നിന്നതാരാ? അയ്യപ്പസ്വാമി അല്ലല്ലോ, പിണറായി വിജയനല്ലേ. പിണറായി വിജയൻ്റെ വലിയ ചിത്രവും അയ്യപ്പസ്വാമിയുടെ സ്റ്റാമ്പ് സൈസ് ഫോട്ടോയും നമ്മൾ കണ്ടതല്ലേ. ഇവരെന്താ പറഞ്ഞത്? അയ്യപ്പനെ ആഗോളതലത്തിൽ ബ്രാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംഗമം. അയ്യപ്പൻ അങ്ങനെ ഒരു ബ്രാൻഡിങ്ങിൻ്റെ ആവശ്യമുണ്ട് ഹാഷ്മി?
അയ്യപ്പൻ സ്വാമിയുടെ അടുത്തേക്ക് ആളുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യത്തിന് പുറത്തു നിന്നൊക്കെ വരുന്നത് പത്രം പരസ്യം കൊടുത്തിട്ടാണോ? പിണറായി വിജയന്റെ പരസ്യം കണ്ടിട്ടാണോ ആളുകൾ അയ്യപ്പൻ? ഇവിടെ സർവധർമ്മ സമഭാവന എന്നൊരു വലിയ ആശയം മുന്നോട്ട് വെക്കുന്ന ആ ക്ഷേത്രത്തെ ലോകത്തെ അറിയിക്കട്ടെ, അതിൽ പിഴവും തെറ്റൊന്നുമില്ല. പക്ഷേ കോടതി ചോദിക്കുമ്പോഴേക്കും നയാ പൈസ സർക്കാരും ദേവസ്വം ബോർഡിനും ചെലവില്ലെന്ന് ആവർത്തിച്ച് പറയുകയും ഈ പറഞ്ഞ 3,40,00,000 രൂപ നഷ്ടത്തിലേക്ക് പോകുമ്പോഴാണ് പ്രശ്നം. ആ പോകുന്ന പണം ആരുടെ പണമാണ്? ആ വിശ്വാസികളുടെ പണമാണ് പോകുന്നത്. അതെങ്ങനെ ശരിയാവും? ഹാഷ്മി അതിൽ പിഴവില്ല എന്ന് പറഞ്ഞതിനോട് എനിക്ക് വിയോജിപ്പുണ്ടെന്നേ. അതിന്റെ നടത്തിപ്പിലെ സൂക്ഷ്മാംശങ്ങളിൽ പോലും പിഴവുണ്ട്. അയ്യപ്പ സ്വാമിയുടെ സമ്മർദ്ദം എന്ന് പറയുന്നത്, അയ്യപ്പ സന്നിധാനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് എന്താ? അവിടെ ദിവസവും വരുന്ന കാൽനടയായി വരുന്ന കൂലിപ്പണിക്കാർ ഉൾപ്പെടെയുള്ളവരുടെ ഈ പറയുന്ന കാണിക്കയിലിടുന്ന പണ. എന്നിട്ട് ഇവിടെ വിശ്വാസി പ്രമുഖരെയാണ് വിളിച്ചത്. കേരള രാഷ്ട്രീയത്തിൽ പിണറായി വിജയന്റെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് പൗരപ്രമുഖർ എന്ന വാക്കാ. നമുക്ക് പൗരനുണ്ടായിരുന്നുള്ളൂ രാഷ്ട്രീയത്തിൽ, പക്ഷെ പൗരപ്രമുഖൻ. അതുപോലെ വിശ്വാസിയെയും വിശ്വാസി പ്രമുഖനെയും വേർതിരിച്ചു എന്നേ. ഇവിടെ ക്ഷണിക്കപ്പെട്ട അതിഥികൾ ആരാ? ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കാൽനടയായി വരുന്ന കൂലിവേലക്കാരനായ സാധാരണ ഭക്തനെ ഇവർ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ? പിന്നെ രണ്ടാമത്തെ കാര്യം, ഞങ്ങളിതിൽ തുടക്കം മുതലേ ആവർത്തിച്ച് പറഞ്ഞില്ലേ, ഈ അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിന്റെ നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് എന്താ? വാവർ സന്നിധാനം ഇരിക്കുന്ന ശബരിമലയിൽ ഈ വർഗീയതയിൽ കുപ്രസിദ്ധനായ മുസ്ലിം വീടുകൾ ബുൾഡോസ് ചെയ്യണമെന്ന് പറഞ്ഞ യോഗി ആദിത്യനാഥിന് ഈ വിശ്വാസികളെ അഭിസംബോധന ചെയ്യാൻ ഒരു അവസരം ഒരുക്കി എന്നത് കഴിഞ്ഞാൽ എന്ത് നേട്ടമാണ് ഈ സംഗമം കൊണ്ടുണ്ടായതെന്ന് CPM-ന്റെ പ്രതിനിധി പറയണം. നിങ്ങൾ എന്താണ്, നിങ്ങൾ വലിയ ഒരു ഇൻട്രോ കൊടുത്തു, യോഗി ആദിത്യനാഥിനെ കേൾക്കാനുള്ള വലിയൊരു അവസരം ഈ വിശ്വാസികൾക്ക് കൊടുത്തു എന്ന് ഒഴിച്ചു നിർത്തിയാൽ ഈ സംഗമം കൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ച ഫലം ഉണ്ടായിട്ടുള്ളത്? ഈ ഒരു മണ്ഡലമാസത്തിന് തൊട്ട് തലേ ദിവസമാണ് ഇത് നടക്കുന്നത്. ഇവിടെ ശബരിമല മുഴുവൻ, സന്നിധാനം മുഴുവൻ ആ മന്ത്രി വി എൻ വാസവൻ പറയുന്നത് ഈ ശബരിമല ക്ഷേത്രക്കുള്ളയും പോറ്റിയുടെ ഉടായ്പകളും പുറത്തേക്ക് വരാനുള്ള യഥാർത്ഥ കാരണം അയ്യപ്പ സംഗമമാണ്. അപ്പൊ ആ അർത്ഥത്തിൽ സംഗമം നന്നായില്ലേ CVR അനുഭവം, ബാക്കി ഉദ്ദേശ കാര്യങ്ങൾ നടന്നില്ലെങ്കിലും? അല്ല അങ്ങനെയൊക്കെ പറഞ്ഞാൽ വീട് തുറന്നിട്ടിട്ട് കള്ളൻ കയറിയിട്ട് ഒരു കള്ളനെ കണ്ടുപിടിക്കാൻ പറ്റിയല്ലോ എന്നൊക്കെ പറയുന്ന ഈ ലോജിക്കൊക്കെ ഈ പറയുന്ന ഇദ്ദേഹത്തിന് മാത്രമേ പറയാൻ കഴിയൂ. ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് ആർക്കെങ്കിലും നേട്ടം ഉണ്ടായിട്ടില്ലെങ്കിൽ അത് സംഘപരിവാറിനാണെന്നേ. അവർക്ക് രണ്ടാമതൊരു സംഗമം നടത്താൻ അവസരം കൊടുത്തു. യോഗി ആദിത്യനാഥിന്റെ ശബ്ദം ആ സന്നിധാനത്ത് കേൾപ്പിക്കാൻ അവസരം കിട്ടി. അല്ലെങ്കിൽ ഗുണപരമായ എന്ത് നേട്ടമാണ് ഈ സംഗമം കൊണ്ടുണ്ടായത്? ഇത് തുടക്കം മുതലേ ഈ വിഷയത്തിൽ നമ്മൾ ആദ്യമായിട്ടല്ലോ ഈ ഫ്ലോറിൽ പോലും ചർച്ചയ്ക്ക് വരുന്നത്. അന്ന് തുടക്കം മുതലേ ഉള്ള ആശങ്കയാണ് ഈ പണം എങ്ങനെ കണ്ടെത്തും. ഇപ്പോൾ ഇവർ പറഞ്ഞത് എന്താ? സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തും. തൽക്കാലത്തേക്ക് കുറച്ച് പൈസ ഈ നമ്മൾ വ്യക്തികൾ പറയുന്നത് പോലെ ദേവസ്വം എടുത്ത് റോൾ ചെയ്യും, പിന്നീട് അവർക്ക് തിരിച്ചു കൊടുക്കും. പക്ഷെ 5 മാസമായിന്നേ. ഇത് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ഈ പറയുന്ന കാൽനടയായി വരുന്ന കൂലിവേലക്കാരന്റെ കൂടി വിഹിതത്തിൽ നിന്നാണ് ഇവർ കൊടുക്കുന്നത്. അതിൽ ഈ പറയുന്ന സാധാരണ ഭക്തന് പ്രാതിനിധ്യമില്ല. അയ്യപ്പ സന്നിധാനത്തെ ഇവന്റ് മാനേജ്മെന്റിന് ഉപയോഗിച്ചു ഹാഷ്മി. ഇത് ചില ആളുകളുടെ ഇവന്റ് മാനേജ്മെന്റിന്, ചില ആളുകളുടെ ബ്രാൻഡിങ്ങിന്, വിശ്വാസത്തെ വാണിജ്യവൽക്കരിച്ചു എന്നാ. അയ്യപ്പ വിശ്വാസത്തെയും അയ്യപ്പ വിശ്വാസികളെയും അപമാനിക്കുകയാണ് ചെയ്യുന്നത്. അയ്യപ്പനെ കുറിച്ച് സാധാരണ പറയുന്നത് എന്താ? അയ്യപ്പൻ എന്ന് പറയുന്ന ദൈവസങ്കല്പം തന്നെ അന്തർമുഖനാ. വർഷത്തിൽ എല്ലാ ദിവസവും നട തുറക്കുന്ന ക്ഷേത്രമല്ല. അയ്യപ്പൻ ഇത്തരം ബഹളങ്ങൾ, ആഘോഷങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളല്ല. ഇവിടെ ഒരു ഇവന്റ് മാനേജ്മെന്റിലൂടെ ഈ പറയുന്ന ഇത്തരം ചില പ്രകടനപരതകളിലൂടെ അയ്യപ്പ ചൈതന്യത്തിന് പോലും മങ്ങലേൽപ്പിക്കുന്ന തരത്തിലുള്ള വിശ്വാസവുമായ ഒരു ബന്ധവുമില്ലാത്ത എട്ടര കോടി എന്നാണ് കണക്കെന്നാണ്. 8.5 കോടിയൊക്കെ എങ്ങനെ ചെലവ് വരുമെന്നേ? ഇപ്പോൾ ഒരു ദിവസത്തെ ഇത്രയും പേരെ സംഘടിപ്പിക്കുന്നതിനും അവർക്ക് ഫുഡ് കൊടുക്കുന്നതിനും ഇനി പരമാവധി PR പണിക്കും ഒരു ജർമ്മൻ പന്ത് കിട്ടുന്നതിനൊക്കെ 8.5 കോടിയുടെ ചെലവ്, അതൊക്കെ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തേക്ക് വരട്ടെ. അതൊക്കെ വിശ്വസിക്കാൻ പ്രയാസമുള്ള കണക്കാണ്. ഞാൻ അങ്ങനെ എത്താം. PR ശിവശങ്കർ, ഇവിടെ ട്രാക്ക് റെക്കോർഡ് മോശമായിട്ടുള്ള, നേരത്തെ ഒരു പുറത്തു പറയാൻ കൊള്ളാത്ത ഒരു കേസിൽപ്പെട്ട ഒരു തന്ത്രിയൊക്കെ ആ സ്റ്റേജിൽ ഉണ്ടായിരുന്നെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തതാണ്. വെള്ളാപ്പള്ളി നടേശനും G സുകുമാരൻ നായരും അടക്കം ഉള്ള പ്രധാനികൾ ആ വേദിയിൽ ഉണ്ടായിരുന്നതാണ്. പ്രധാനികൾ ഉണ്ടായിരുന്ന ഒരു വേദി അടക്കമുള്ള പരിപാടിയിൽ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞ് സ്പോൺസർമാർ പറ്റിക്കും എന്ന് കരുതാവോ PR ശിവശങ്കർ? എക്സലൻറ്റ് ക്വസ്റ്റ്യൻ. ഞാനും അത് തന്നെയാണ് എഴുതി വെച്ചിരുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയമായ കാര്യം മാറ്റിവെക്കൂ. ഇതിനെ ഒരു സ്പോൺസർഷിപ്പ് പ്രോഗ്രാം, ഒരു XOR ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ദേവസ്വം ബോർഡിൻ്റെയോ ആയിക്കോട്ടെ, ഒരു സ്പോൺസർഷിപ്പ് പ്രോഗ്രാം നമുക്കറിയാം. അത് നടത്തുമ്പോൾ അതിന് സ്പോൺസർഷിപ്പ് കിട്ടിയില്ലെങ്കിൽ ആരാണ് സ്പോൺസർഷിപ്പ് കൊടുത്തത്, അയാളുടെ പേര് വിവരം കൃത്യമായി ഇപ്പോൾ കോടതിയിൽ പറയാൻ തയ്യാറാവണം.
എക്സാമ്പിൾ ഒരു കമ്പനി ഇതിൻ്റെ സ്പോൺസർഷിപ്പ് 1 കോടി ഏറ്റിരുന്നു, അത് ഇതുവരെ തന്നിട്ടില്ല, അവർ ഇന്ന ദിവസം തരും അല്ലെങ്കിൽ തരില്ല എന്ന് പറഞ്ഞു, അതിന് ഇന്നതാണ് അവരുടെ ലെറ്റേഴ്സ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ ഈ സംസ്ഥാന സർക്കാരിനോ ദേവസ്വം ബോർഡിന് എന്തുകൊണ്ട് കഴിയുന്നില്ല? അപ്പോൾ നമുക്ക് മനസ്സിലാകും ഇന്ന കമ്പനികൾ ഇത്ര കോടി കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ല, ഇതത് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ദർ വാസ് നോ സ്പോൺസർഷിപ്പ്. 1. 2, അങ്ങനെ സ്പോൺസർഷിപ്പ് ഇല്ല എങ്കിൽ എങ്ങനെയാണ് നമുക്കറിയാം, അതല്ലെങ്കിൽ അതിന് നടത്തുന്ന ഏജൻസി, അത് നടത്തിക്കുന്ന കമ്പനികളാണ് സാധാരണ അതിൻ്റെ നഷ്ടം സഹിക്കാറുള്ളത്. നമ്മളൊക്കെ അത്തരത്തിലുള്ള പല പല കേസുകളും കണ്ടിട്ടുണ്ട്. ഇവിടെ നോക്കൂ, അഡ്വാൻസ് എടുത്ത് കൊടുക്കുന്നു, എല്ലാ പണവും ടെൻഡർ ഇല്ലാതെ ഒരു പ്രത്യേക സംസ്ഥാനത്തെ എല്ലാവർക്കും വളരെ വിശ്വസ്തമായ ഒരു കമ്പനിക്ക് ആദ്യം തന്നെ പണം കൊടുത്ത് ഇത്തരം കാര്യങ്ങൾ നടത്തുന്നു എന്നുള്ളത് കേട്ടുകേൾവില്ലാത്തതാണ്, നമുക്കൊന്നും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. അത് ദേവസ്വം ബോർഡിൻ്റെ പണമായപ്പോൾ അത്തരത്തിൽ ഒരു ഏജൻസിക്ക്, ഈ പറയുന്ന ഊരാലുങ്കൽ, താങ്കൾ അതിന് മറ്റൊരു പേരാണ് പറഞ്ഞത്, ഏജൻസിക്ക് ആദ്യമേ നൽകുന്നു, എല്ലാം കടക്കുന്നു, കടം മുഴുവൻ നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ഭക്തൻ്റെ തലയിൽ കെട്ടിയിരിപ്പിക്കുന്നു. ഇത് വിശ്വാസമില്ല, ഇത് അംഗീകരിക്കാൻ പറ്റില്ല, ഇത് കേട്ടുകേൾവിയില്ലാത്തതാണ്. 1. 2, നമുക്കറിയാം ഇത്തരത്തിൽ ഈ ഒരു സംസ്ഥാന സർക്കാർ നടത്തുന്ന, ദേവസ്വം ബോർഡ് നടത്തുന്ന, സർവോപരി ശബരിമല അയ്യപ്പൻ്റെ പേരിൽ നടത്തുന്ന ഒരു വിശ്വാസ സംഗമം നോക്കൂ, ഇറ്റ്സ് ആക്ച്വലി എ ബ്രാൻഡിങ് ആണെങ്കിൽ ഇത്രയും നല്ല ബ്രാൻഡിങ് വേറെ എവിടെ കിട്ടാനാണ്? എന്നിട്ട് അതിന് സ്പോൺസർഷിപ്പിനെ കിട്ടിയില്ലെങ്കിൽ ഈ സംസ്ഥാന സർക്കാരിനെ, ദേവസ്വം ബോർഡിന് ജനങ്ങൾക്ക് വിശ്വാസമില്ല എന്നുള്ളതാണ്. ഈ സംസ്ഥാന സർക്കാരിന് വിശ്വാസമില്ല. ഇപ്പം ഞാൻ മറ്റൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ തിരുനാവായയിൽ ഇത്തരത്തിലുള്ള ബ്രാൻഡിങ്ങിൻ്റെ സപ്പോർട്ടൊന്നുമില്ലാതെ ഒരു വലിയ ജനസഹസ്രങ്ങളെത്തിയ വലിയൊരു സംഗമം നടന്നിരുന്നു. തിരുനാവായയിൽ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ദിവസം വന്നത്. അവിടെ ശബരിമലയുടെ വലിയ ധനക്കൊഴുപ്പോ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ വിശ്വാസികൾക്ക് വിശ്വാസമുണ്ടായിരുന്നു, അത് നടത്തിയവരിൽ ജനലക്ഷങ്ങൾക്ക് വിശ്വാസമുണ്ടായിരുന്നു, അവിടെ പണക്കൊഴുപ്പ് ഉണ്ടായിരുന്നില്ല. പക്ഷേ അതൊരു വലിയ ബ്രാൻഡിംഗ് ആയി, ജനങ്ങളുടെ മേൽ വലിയ വിശ്വാസം വന്നു. ഇവിടെയാണ് വ്യത്യാസം. ദേവസ്വം ബോർഡും ഇത്തരത്തിൽ പരിപാടികൾ നടത്തുന്ന സംഘടനകളും വിശ്വാസങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണ് സംസ്ഥാന സർക്കാർ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതൊരു വലിയ തട്ടിപ്പായിരുന്നു. ഇതിൻ്റെ പേരിൽ കോടികൾ അടിച്ചു മാറ്റുക, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പിണറായി വിജയനെ ഹൈന്ദവരുടെ ഇടയിലേക്ക്, ശബരിമല വിശ്വാസികളുടെ ഇടയിലേക്ക് ഒരു മറ്റൊരു ശബരിമല അയ്യപ്പൻ്റെ മറ്റൊരു മുഖമായി മാറ്റുക എന്നുള്ള ഒരു ബ്രാൻഡിങ് രീതിയാണ് നടന്നത്. അത് പൊളിഞ്ഞുപോയി. അതിന് ദേവസ്വം ബോർഡിൻ്റെ പണം എടുത്തു എന്നുള്ളതാണ് ഒരു കാര്യം. 2, ഇത് കുറ്റം പറയുമ്പോൾ ശ്രീ അനൂപിൻ്റെ കോൺഗ്രസിൻ്റെ പാർട്ടി എന്താ മനസ്സിലാക്കേണ്ടത്? 2015-17 ഒരു വലിയ തട്ടിപ്പിൻ്റെ കഥ കൂടി വന്നിട്ടുണ്ടല്ലോ. അന്ന് കൊടിമരത്തിൻ്റെ വിഷയത്തിൽ ഏതാണ്ട് 3.5 കോടി രൂപ കൊടിമരത്തിന് ചിലവ് വരുമെന്ന് പറയുമ്പോൾ ആ കൊടിമരത്തിൻ്റെ പണം മുഴുവൻ ഫിനിക്സ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനി, ഹൈദരാബാദ് കമ്പനി, അവർ നൽകിയിട്ടും എങ്ങനെയാണ് സുരേഷ് ഗോപിയും മോഹൻലാലും അടക്കമുള്ള ആൾക്കാരുടെ ഇന്ന് ഭക്തർ തന്നു എന്ന് പറഞ്ഞ് നല്ല തരത്തിൽ സ്വർണം, പലരും 5, 10, 25, 50 പവനൊക്കെ സ്വർണം മേടിച്ചിട്ട് അതിൻ്റെ തട്ടിപ്പുറത്തെ കഥയുണ്ടല്ലോ. അതെന്താ ഇവർ പറയാത്തത്? അതിനെക്കുറിച്ച് അന്വേഷണം വരുന്നില്ലേ? ഒരു സംസ്ഥാനത്തെ വളരെ പ്രമുഖനായ ഒരു ദേവസ്വം മന്ത്രിയുടെ അനിയന് ഇത്തരത്തിൽ കളവുണ്ടായിരുന്നും അതിനെക്കുറിച്ചും ഉള്ള വലിയ തട്ടിപ്പിൻ്റെയും കഥ വന്നിട്ടുണ്ടല്ലോ. അതും നിങ്ങളങ്ങോട്ട് വിഴുങ്ങിയാണോ? അപ്പോൾ ഇരു മുന്നണികളും വർഷാവർഷങ്ങളായി, ഇത്തരം ധാരാളം കഥകളുണ്ട് കേട്ടോ, ഞാൻ സമയമില്ലാത്ത പറയുന്നില്ല. അപ്പോൾ ഇത്തരം തട്ടിപ്പുകൾ കൊടിമരത്തിൻ്റെ കാര്യത്തിലും അവിടുത്തെ പാത്രം മേടിച്ച കാര്യത്തിൽ എന്ന് വേണ്ട ഏത് കാര്യത്തിലാണ് ശബരിമല ദേവസ്വത്തിനെ കൊള്ളയടിക്കാത്തത്? ഇരു കൂട്ടരും നിർബന്ധമായി ഓരോ ദിവസവും ഇത്ര പണം വേണമെന്ന് പറഞ്ഞ് അവിടുത്തെ തന്ത്രിമാരുടെ അടുത്തും അവിടുത്തെ കടക്കാരുടെ അടുത്തും പണം മേടിക്കേണ്ടെന്നേ ഞങ്ങൾക്കറിയാം. ഇതൊരു കറവ പശുവിനെ പോലെ നിരന്തരമായി ശബരിമല പിഴിയുകയാണ്, ഇവർ തട്ടിപ്പ് നടത്തിയാണ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ CPM കട്ടിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ശബരിമലയിലെ കൊടിമരത്തിൽ നിന്ന് കോടികൾ ഈ പറയുന്ന കോൺഗ്രസ്സുകാരും ഇവിടുത്തെ ഇന്നത്തെ പ്രതിപക്ഷവും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്രാൻഡിങ് നടത്തുവാൻ വേണ്ടിയിട്ട് ഈ തരത്തിൽ വലിയ തട്ടിപ്പുകൾ നടത്തിയിരിക്കുന്നു. അതിനെ ശക്തമായി പിന്തുണയ്ക്കാൻ പറ്റാതെ ഇപ്പോൾ ചോദ്യം വരുന്നു. ഇപ്പോൾ ശിവകുമാരനും അനിയനും അതുപോലെ തന്നെ തട്ടിപ്പിന് ആ 2015-17 മുഴുവൻ ആളുകളെയും ചോദ്യം ചെയ്യും, SIT ചോദ്യം ചെയ്യും, ഒരു സംശയവുമില്ല. അപ്പോൾ ഇവർ പുറകോട്ട് പോകും. അതുകൊണ്ട് ഇരു മുന്നണികളും നടത്തുന്ന ഹൈന്ദവ വിശ്വാസികളെ, ശബരിമലയിലെ മുഴുവൻ ആളുകളെയും പറ്റിക്കുന്ന, അയ്യപ്പൻ്റെ സ്വർണം കക്കുന്ന ഈ കൊള്ളയടിക്കെതിരെ ജനങ്ങൾ തിരിയണം. അതിനാണ് ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ ശ്രീ ഹാഷ്മി സുന്ദരനാണ്, ഹാഷ്മി വളരെ മിടുക്കനാണെന്ന് പറഞ്ഞുകൊണ്ട് മാറുകയല്ല വേണ്ടത് എന്നാണ് ഞാൻ. ഓക്കെ ബിയാർ, പക്ഷേ ഈ പാത്രക്കൊള്ളയുടെ കാര്യം എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ ഈ സുരേഷ് ഗോപിയുടെയും മോഹൻലാലിൻ്റെയും അടക്കം കയ്യിൽ നിന്ന് സ്വർണം വാങ്ങിയതൊക്കെ മഹസറിലും കോടതിയിലും ഒക്കെ ഉള്ള കണക്കാട്ടോ. അതിനകത്തുള്ള പ്രധാനപ്പെട്ട ആരോപണം രസീത് കൊടുത്തില്ല എന്നുള്ളതാണ്, ചട്ടലംഘനമൊക്കെയാണ്. നമുക്കത് അടുത്ത സമയം കിട്ടുന്ന ചർച്ച ചെയ്യാം. നമുക്ക് ശ്രീ രാഹുൽ ഈശ്വർ ഇവിടെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിൽ SIT കൊടുത്ത റിപ്പോർട്ടിൽ അയ്യപ്പ സംഗമത്തെ പറ്റി പരാമർശമുണ്ട്. അയ്യപ്പ സംഗമം തീരുമാനിച്ച വിവരം മിനിറ്റ്സിലില്ലാത്ത കാര്യവും ഫണ്ട് വിനിയോഗത്തിലെ അവ്യക്തതകളും നമ്മുടെ SIT തന്നെ അതിൽ പറയുന്നുണ്ടെന്നാണ് അറിവ്. അയ്യപ്പ സംഗമം കൂടി SITയുടെ അന്വേഷണ പരിധിയിൽ വരും എന്ന് കരുതാവോ ശ്രീ രാഹുൽ ഈശ്വർ? ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അയ്യപ്പ സംഗമത്തിന് പോസിറ്റീവ്സും ഉണ്ട്, നെഗറ്റീവ്സും ഉണ്ട്.
പോസിറ്റീവ് പറഞ്ഞു തന്നെ തുടങ്ങാം. കാര്യം ഏതൊരു കാര്യത്തെയും വിമർശിക്കുന്നതിന് മുമ്പ് അതിന്റെ പോസിറ്റീവ് കാണണം. ശ്രീ പിണറായി വിജയൻ സഖാവ്, കേരളത്തിന്റെ മുഖ്യമന്ത്രി, അയ്യപ്പനെയും വാവരെയും വെളുത്തയെയും ഹൈലൈറ്റ് ചെയ്തത് വളരെ പോസിറ്റീവാണ്. കേരളത്തിൽ അങ്ങനെ മുമ്പ് ആരും ചെയ്തിട്ടില്ല. പൊതുവെ അധികം ആൾക്കാർക്ക് അറിയാത്ത ഒരാളാണ് വെളുത്ത, അല്ലെങ്കിൽ അയ്യപ്പന്റെയും അവരുടെ അടുത്ത സുഹൃത്തായ വെളുത്തച്ഛൻ ആർത്തുങ്കൽ ക്രിസ്ത്യൻ പള്ളിയിലെ വെളുത്തയാണ്. ആ വെളുത്തയെ ഹൈലൈറ്റ് ചെയ്തത് പോസിറ്റീവാണ്. ഒരു അയ്യപ്പ വിശ്വാസി എന്ന നിലയിൽ ഞാനടക്കം എണീറ്റ് നിന്ന് കൈയടിച്ച കാര്യങ്ങളിലൊന്നാണ്. പോസിറ്റീവായി തന്നെ നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെതിരെ ഹൈലൈറ്റ് ചെയ്തു. അതിന് അദ്ദേഹത്തിന് അഭിനന്ദനം അർഹിക്കുന്നതാണ്. രണ്ട്, എന്നാൽ വേണ്ട രീതിയിൽ സ്പോൺസർഷിപ്പ് ആദ്യമേ കിട്ടേണ്ട ഒരു കാര്യമാണ്. ദേവസ്വം ബോർഡ് ഈ കാര്യം നടത്തുന്നതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ താല്പര്യവും നമുക്കറിയാം. അതായത് നായർ ഈഴവ വോട്ടുകളിലേക്ക്, പ്രത്യേകിച്ച് അവിടെ സംഗീത് കുമാർ സാർ NSSന്റെ ഉണ്ടായിരുന്നു, വെള്ളാപ്പള്ളി സാർ SNDPയുടെ ഉണ്ടായിരുന്നു, KPMSന്റെ ശ്രീ പുന്നല ശ്രീകുമാർജി ഉണ്ടായിരുന്നു. അപ്പോ ഹിന്ദു വോട്ട് ബാങ്ക് തങ്ങളിലേക്ക് കൂടി ആകർഷിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതൽ കോൺഗ്രസിലേക്ക് പോകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഹിന്ദു ഭൂരിപക്ഷത്തിന്റെ വോട്ടുകൾ തങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് അത് രാഷ്ട്രീയമായി ചെയ്തത്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മൾ നിശ്ചയിച്ചിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടാകുന്നതിൽ തെറ്റുമില്ല. ആ രീതിയിൽ പൊളിറ്റിക്കലി അത് യൂസ് ചെയ്തു എന്നുള്ളൊരു കാര്യം നമ്മൾ മറക്കരുത്. അതൊരു പൊളിറ്റിക്കൽ സബ്ടെക്സ്റ്റ് ആയി കിടപ്പുണ്ട്. പക്ഷെ സ്പോൺസർഷിപ്പിന്റെ കാര്യം നേരത്തെ ശ്രീ അനൂപും ശിവശങ്കർജിയും ഒക്കെ സൂചിപ്പിച്ചതുപോലെ ആദ്യമേ സ്പോൺസർഷിപ്പ് കിട്ടണ്ടേ? വാസവൻ മന്ത്രി പറഞ്ഞ കാര്യങ്ങളിലൊന്ന്, ഞങ്ങള് ഇതിന് ദേവസ്വം ബോർഡിന്റെയോ മറ്റും ഒരു കാശും എടുക്കില്ല എന്നുള്ളതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ സ്പോൺസർഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം ചാനലിൽ പരിപാടി നടത്തുമ്പോഴും ഇങ്ങനെ ആദ്യമേ സ്പോൺസേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യും. അവർ ചിലപ്പോൾ എത്രയെങ്കിലും ഒരു പെർസെന്റേജ്, 33%, 50% ആദ്യം തരും. പരിപാടി കഴിഞ്ഞാൽ ബാക്കി 50% തരും. അങ്ങനെയല്ലേ? പക്ഷെ സ്പോൺസേഴ്സിനെ പോലും ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. ശ്രീ രാഹുൽ ഈശ്വർ, ഇത് ശിവശങ്കർ പ്രത്യേകിച്ച് കോടതിയിൽ തന്നെ കോടതിയിൽ ആ സമയത്ത് എന്താ ഹർജി വന്നു. ഹർജി എന്തായിരുന്നു? ഇത് രാഷ്ട്രീയ താല്പര്യത്തോടെ അനുവദിക്കരുതെന്ന് ഹർജി വന്നു. കോടതി കണിശമായി തന്നെ കോടതിയിൽ സർക്കാർ പറഞ്ഞത് ഇത് ദേവസ്വത്തിന് 5 നയാ പൈസ എടുക്കില്ല എന്ന ഉറപ്പിലാണ് യഥാർത്ഥത്തിൽ അയ്യപ്പ സംഗമത്തിന് കോടതി അനുവാദം കൊടുത്തത്. അപ്പോൾ കോടതിയുടെ ആ കർശനമായ നിരീക്ഷണത്തിലെങ്കിലും സ്പോൺസർമാരെ ഉറപ്പിക്കണ്ടേ? കിട്ടുമെന്ന് പറഞ്ഞ സ്പോൺസർമാരെ ഉറപ്പിക്കണ്ടേ? ഇത് അദാനിയൊക്കെ 1 കോടി രൂപ കൊടുത്തു എന്ന് കേൾക്കുന്നുണ്ട്. വേറെ ഏതോ ബാങ്ക് 2 കോടി അങ്ങനെ കിട്ടി. അത് രേഖകൾ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. ബാക്കി കിട്ടിയില്ലെങ്കിൽ ആരാണ് ഉത്തരവാദി? അതിന്റെ ഡീറ്റെയിൽസ് അറിയില്ല. ഇനി ആരെങ്കിലും വിളിച്ച് രാഷ്ട്രീയ സ്വാധീനം വെച്ച് കൊണ്ടുവരുമായിരിക്കും. ഈ അയ്യപ്പ സംഗമം നടത്തുന്ന കാര്യത്തിൽ തെറ്റില്ല, പക്ഷെ കുറച്ചുകൂടെ മെച്ചമായിട്ട് നടക്കണമായിരുന്നു. കുറച്ചുകൂടെ ജനപങ്കാളിത്തം വേണമായിരുന്നു. ഉദാഹരണം, പന്തളത്ത് RSSും സംഘപരിവാർ സംഘടനകളും നടത്തിയ സംഗമം കുറെ കൂടെ വിജയമായിരുന്നു. അതിൽ വാവരെ എതിർത്തുള്ള ഒരു പരാമർശം വളരെ മോശമായി പോയെങ്കിലും സംഗമം കുറെ കൂടെ ആളുണ്ടായിരുന്നു. നമ്മുടെ കേരള കുംഭമേള എന്നറിയപ്പെടുന്ന മാഘമഹോത്സവത്തിലും നല്ല രീതിയിൽ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. അപ്പോൾ CPMന് വിശ്വാസികളോട് എൻഗേജ് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ വിശ്വാസത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നവരെ, അവർക്ക് RSകാരോട് വിയോജിപ്പ് കാണും, പക്ഷെ വിശ്വാസത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നവരെ കുറെ കൂടി ഉൾപ്പെടുത്തി വിപുലമാക്കാമായിരുന്നു. മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി തന്നെയാണ് അത് ചെയ്തത്. അത് നായർ ഈഴവ പുലയ വോട്ട് ബാങ്കുകളിലെ അടുപ്പിച്ചു നിർത്താനും ഞങ്ങൾ അയ്യപ്പൻ എതിരല്ലെന്ന് പറയാനും പഴയ കാലഘട്ടത്തിൽ ശബരിമല വിശ്വാസികളോട് ചെയ്ത അനീതി മാറ്റാനും വേണ്ടിയിട്ടാണ്. എന്നാൽ അതിന്റെ പോസിറ്റീവ് നേരത്തെ പറഞ്ഞതുപോലെ ശബരിമലയുടെ മതസൗഹാർദ്ദത്തിന്റെ നേച്ചർ, അയ്യപ്പന്റെയും വാവരുടെയും വെളുത്തയുടെയും നേച്ചർ ഹൈലൈറ്റ് ചെയ്തത് വലിയ കാര്യമാണ്. കാര്യം കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും പ്രമുഖനായ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ വെളുത്തയെക്കുറിച്ചും വാവരെക്കുറിച്ചും ഒക്കെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. നമ്മുടെ പ്രസിഡന്റ് വന്നപ്പോഴും വാവരുപള്ളി പോയിട്ട് അല്ലെങ്കിൽ വാവര് നടയിൽ പോയി തൊഴുതിട്ടാണ് അയ്യപ്പനെ കാണാൻ വരുന്നത്. അപ്പം പോസിറ്റീവ് കാര്യങ്ങളെ നമ്മൾ പോസിറ്റീവായി പറയുക. ശ്രീ പിണറായി വിജയൻ സഖാവ് ചെയ്തത് നല്ല കാര്യത്തെ നല്ലതെന്ന് പറയുക. എന്നാൽ ഈ സ്പോൺസർഷിപ്പിന്റെ കാര്യം, അതിന്റെ പിന്നിൽ ഒരു പൊളിറ്റിക്കൽ സബ്ടെക്സ്റ്റ് ഉണ്ട്. അതിനെ വിമർശിക്കാം, കോൺഗ്രസിനും BJPയും വിമർശിക്കാം. അതിനൊരു പൊളിറ്റിക്കൽ അന്തർധാരയുണ്ട്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്ന് നമുക്കെല്ലാം അറിയുകയും ചെയ്യാം. യാതൊരു സംശയവുമില്ല. അപ്പൊ അത് ഹിന്ദു വോട്ട് ബാങ്കുകളിലേക്കും കൂടി ഇറങ്ങാൻ വേണ്ടിയാണ് ചെയ്തത്. എന്നാൽ സ്പോൺസർഷിപ്പ് കുറെ കൂടെ കൃത്യമാക്കണമായിരുന്നു. ദേവസ്വം ബോർഡിന്റെ കാശടക്കം ചെലവാക്കരുതായിരുന്നു. ഹാഷ്മി ഓർക്കേണ്ട സീരിയസ് കാര്യം, ഈ 1450 ക്ഷേത്രങ്ങൾ ശബരിമലയുടെ വരുമാനം കൊണ്ടാണ് നിൽക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ അടിസ്ഥാന വരുമാനം ശബരിമലയാണ്. ഈ ഒരുപാട് വരുമാനം മാറ്റിയാൽ ബാക്കി അമ്പലങ്ങളെ കാര്യമായി ബാധിക്കും. നമ്മുടെ കുമരകത്തടക്കം 5 സ്റ്റാർ റിസോർട്ടുകളിൽ ഒരുപാട് മുറി ബുക്ക് ചെയ്തതായിട്ട് അന്ന് വാർത്തകളൊക്കെ വന്നിരുന്നു. അപ്പൊ ഒരുപാട് ലക്ഷങ്ങൾ കൊടുത്തു. അതൊക്കെ സത്യമാണ്. അതൊക്കെ യഥാർത്ഥ വിശ്വാസം ലക്ഷ്യം വെച്ചാണോ ആ മുറി ബുക്ക് ചെയ്യൽ എന്നൊക്കെ തെളിയട്ടെ. അതൊക്കെ ഹൈക്കോടതിയിലേക്ക് എന്തായാലും വരും. ഹൈക്കോടതിയിൽ പരാമർശം നടത്താൻ പോവുകയും ചെയ്യാം. ഞാൻ അങ്ങനെ എത്താം. പക്ഷേ സുരേഷ് കുമാർ, ഇവിടെ സത്യവാങ്മൂലം മാത്രമല്ല, മന്ത്രി VN വാസവൻ പറഞ്ഞായിരുന്നു എന്താണ് ഇത് സർക്കാരിന്റെ ദേവസ്വം ബോർഡിന്റെയും 1 പൈസ എടുക്കില്ലെന്ന് മന്ത്രി VN വാസവൻ അന്ന് പറഞ്ഞതാ. അപ്പൊ ഇന്ന് വാസവനോട് ചോദിക്കുമ്പോഴേക്കും അതൊക്കെ ദേവസ്വം ബോർഡിന്റെ കാര്യമാണ്, അതിൽ 5 പൈസ വരവിൽ സർക്കാരിനൊരു കാര്യമില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയാൻ പറ്റുമോ കാര്യം? ശ്രീ സുരേഷ് കുമാർ. നോക്കൂ, ഞാൻ അതിന് കൃത്യമായിട്ട് മറുപടി പറയാം. അതിനു മുമ്പ് ഒരൊറ്റ കാര്യം, ഈ നമുക്കെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളും വിയോജിപ്പുകളും ഉണ്ട് എങ്കിലും ഇവിടെ BJPയുടെ പ്രതിനിധിയും കോൺഗ്രസിൻ്റെ പ്രതിനിധിയും ആവർത്തിച്ച് പറഞ്ഞതുപോലെ ഹാഷ്മി മിടുക്കനല്ല എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. ഞാനത് സത്യസന്ധമായി ഇവിടെ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതെന്തെങ്കിലും സോപ്പിടലിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ ആയി കാണേണ്ടതില്ല.
ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് CPM-നെയും ഇടതുപക്ഷത്തെയും ഈ സർക്കാരിനെയും ഒക്കെയാണ് എന്ന് നന്നായി ബോധ്യപ്പെട്ടിട്ട് തന്നെയാണ്. പക്ഷേ കാര്യം പറയുമ്പോൾ ഇപ്പോൾ ഡിഫൻസ് എടുക്കുക എന്നുള്ളത് എൻ്റെ ഡിഫൻസ് ദുർബലമായി പോയോ അല്ലെങ്കിൽ ബലമുള്ള ഡിഫൻസ് ആണോ എന്നുള്ളതൊക്കെ വിലയിരുത്തേണ്ടത് ശ്രീ അനൂപ് അങ്ങനെ വിലയിരുത്തുന്നതിന് മുൻപ് ബഹുമാനപ്പെട്ട അനൂപിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചാണ് ഈ ചർച്ചയിൽ കോൺഗ്രസ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കാര്യങ്ങളിൽ കൃത്യമായി മറുപടി പറഞ്ഞു പോകാൻ നിങ്ങൾ തയ്യാറാകണം. ഇവിടെ എന്നോട് CPM-ഉം ഇടതുപക്ഷവും സർക്കാരും ഡിഫൻസിലാകുന്ന വിഷയത്തെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ ഞാൻ കൃത്യമായി മറുപടി പറയുന്നുണ്ട്. താങ്കൾ എന്താണ് ചെയ്യുന്നത്? അത് പാടെ ഒഴിവാക്കിയിട്ട് CPM-നെതിരായി അല്ലെങ്കിൽ സർക്കാരിനെതിരായി മുഖ്യമന്ത്രിക്കെതിരായി കുറേ ഉണ്ടയില്ല വെടി പൊട്ടിച്ച് കടന്നു പോവുകയാണ് ചെയ്യുന്നത്. ഞാനൊരു പ്രസക്തമായ ക്വസ്റ്റ്യൻ ചോദിച്ചു. ഒരു പെൺകുട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഈ അടുത്ത കാലത്ത് വന്നു. ആ പെൺകുട്ടി പറഞ്ഞു, ഈ മുണ്ടക്കൈ ചൂരൽമലയിലെ പ്രളയബാധിതരായിട്ടുള്ള ആളുകളുടെ പേര് പറഞ്ഞു പോലും എന്നിൽ നിന്നും പൈസ വാങ്ങിയിട്ടുണ്ട്. ആ പൈസ പോലും ഫലപ്രദമായി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് എനിക്ക് ആശങ്കയുണ്ട്. സെക്രട്ടേറിയറ്റ് നടയിൽ പാവപ്പെട്ട ഒരാൾ, ഇപ്പോൾ ഹാഷ്മിക്കും ഇവിടെ ഇരിക്കുന്ന BJP പ്രതിനിധിക്കും അതുപോലെ തന്നെ രാഹുൽ ഈശ്വറിനും കോൺഗ്രസിൻ്റെ പ്രതിനിധിയായ അനൂപിനും അറിയാം, ഒരു പാവപ്പെട്ട ആൾ അവിടെ ഒരു തട്ടുകട നടത്തുന്നുണ്ട്. ആ തട്ടുകടയിൽ നിന്ന് ഒരു ദിവസം മുഴുവനും ചായ കുടിച്ച് അവിടുത്തെ ബോണ്ടയിൽ നിന്നിട്ട് അവിടെ നിന്ന് അണ്ണൻ കാശ് തരുമെന്ന് പറഞ്ഞു പറ്റിച്ചു പോയ ആളുകളെ പ്രതിനിധീകരിച്ചാണ് ശ്രീ അനൂപിനെ പോലുള്ള ആളുകൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഞാൻ അനൂപിനെ വ്യക്തിപരമായി പറഞ്ഞതല്ല, അവരെ പ്രതിനിധീകരിച്ചാണ് താങ്കളെപ്പോലുള്ള ആളുകൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് എന്നതുകൂടെ ഉത്തമമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം ഈ ചർച്ചയിൽ. സുരേഷ് കുമാർ, അണ്ണൻ ചായ തരുന്നു അവർ പോയെങ്കിൽ അതിനകത്ത് അങ്ങ് പറഞ്ഞ ആ സ്ഥലത്തിന് തൊട്ടകത്ത് ചീഫ് സെക്രട്ടറിയും 40-ൽ താഴെ വകുപ്പ് സെക്രട്ടറിമാരുടെ 3 മാസം കൊണ്ട് കുടിച്ച ചായയുടെ പൈസ 6 ലക്ഷത്തിൽ കൂടുതലാട്ടോ. അതുകൊണ്ട് കൂട്ടത്തിൽ ചായ പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ പറഞ്ഞേ ഉള്ളൂ. അല്ലല്ല, അതിന്റെ കൃത്യമായ കണക്കുകൾ പുറത്തു വരട്ടെ. അത് എന്താ എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളത്. ഇത് ഒരു പാവപ്പെട്ട തട്ടുകടക്കാരനെ പറ്റിച്ചതാണ്. ഓമനക്കുട്ടനെ പോലെ അത് ഞാനൊന്ന് പറയട്ടെ. ഓമനക്കുട്ടനെ പോലെ ഇപ്പോൾ ആലപ്പുഴയിൽ പ്രളയ ദുരന്ത ബാധിതർ താമസിച്ചിരുന്ന സ്ഥലത്ത് ഒരു ഓട്ടോ കൂലിക്ക് വേണ്ടി പണം പിരിച്ച ഓമനക്കുട്ടൻ്റെ വാർത്ത ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും അന്ന് വളരെ ഹൈലൈറ്റ് ആയിരുന്നു. പക്ഷേ ഇവിടെ ഒരു തട്ടുകടക്കാരൻ, ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ അടിച്ചു കൊടുത്ത ചായക്ക് പൈസ കൊടുക്കാതെ കുടിച്ചിട്ട് അണ്ണൻ തരുമെന്ന് പറഞ്ഞ് പറ്റിച്ചിട്ട് പോയത് നമ്മുടെ ഈ സമൂഹത്തിലാണ്. അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്നാണ് ചെയ്തത്. അതിന് അവസാനം സംഭവിച്ചതെന്ന് അറിയുമോ? അവിടുത്തെ DYFIയുടെ പ്രവർത്തകർ ബക്കറ്റ് കളക്ഷൻ നടത്തി അദ്ദേഹത്തിനുണ്ടായ നഷ്ടം കോമ്പൻസേറ്റ് ചെയ്തു. ഞാനതൊന്നും പറയണമെന്ന് ആഗ്രഹിച്ചതല്ല. ഇതാണ് ചില രാഷ്ട്രീയ പാർട്ടികളുടെ പശ്ചാത്തലവും അവർ പിന്തുടരുന്ന രീതിയും എന്നത് ഈ സന്ദർഭത്തിൽ നമ്മൾ ചേർത്ത് വെച്ച് വായിക്കേണ്ടതാണ്. നല്ല കാര്യം സുരേഷ് കുമാർ, ആ ചായക്കടക്കാരൻ്റെ പൈസ DYFI ബക്കറ്റ് ബില്ലിൽ കൊടുത്തത് നല്ല കാര്യം. എനിക്ക് അറിയാവുന്ന ചേട്ടനാണ്. ഞാൻ അവിടെ പോയി സ്ഥിരം ചായ കുടിക്കുന്ന, നമ്മുടെ പന്ത്യൻ രവീന്ദ്രനെ പോകുന്ന ചായ കുടിക്കുന്ന കടയാണ്. ഞാൻ സ്ഥിരം ചായ കുടിക്കുന്ന കടയുമാണ്. പോട്ടെ, ഇവിടെ പക്ഷേ ശബരിമലയിൽ നഷ്ടപ്പെട്ട വിശ്വാസികളുടെ പണത്തിനെ പറ്റി ഇവിടെ പറ. അപ്പൊ അതിനോട് DYFI ബക്കറ്റുമായിട്ട് ഇറങ്ങി ദേവസ്വം ബോർഡ് തിരിച്ചറിയാൻ പറ്റുമോ? അതിലേക്കാണ് ഞാൻ വരുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, 50%-ലധികം തുക സ്പോൺസർഷിപ്പ് ഇനത്തിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ചെലവുകളെ സംബന്ധിച്ച് നമുക്ക് പരിശോധിക്കാം. എന്തൊക്കെയാണ് അതിന് ചിലവായത്, ആ ചെലവിനകത്ത് എന്തെങ്കിലും തരത്തിൽ തിരിമറി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ വസ്തുനിഷ്ഠമായ പരിശോധന. എന്നാൽ 8 കോടി എന്നാണ് അറിയാൻ കഴിയുന്നത്. എങ്ങനെയാണ് ഒറ്റ ദിവസം 10-600 പേര് പങ്കെടുത്ത ഒരു പന്തലും കെട്ടി കുറെ കസേര ഇട്ട് കുറച്ച് പഴയടത്തിന്റെ ഭക്ഷണം കൊടുത്ത ഒരു പരിപാടിക്ക് 8 കോടി എങ്ങനെയാണ് വരിക? ഇനിയിപ്പോൾ 8 കോടിയാണ് കണക്കെങ്കിൽ അതിൽ 3 കോടി 40 ലക്ഷം രൂപ കിട്ടിയിട്ടില്ല നഷ്ടമെന്നാ പറയുന്നത്. അങ്ങനെ ലഘൂകരിക്കരുത്. അങ്ങ് പറയും 8 കോടി അങ്ങയുടെ ബോധത്തിൽ എങ്ങനെയാണ് 8 കോടി വന്നിട്ടുണ്ടാവുക? ചെലവുകൾ അല്ലല്ല, അത് എത്ര കോടിയാണെന്നുള്ളതിനെ സംബന്ധിച്ച് വരവെത്ര ചിലവെത്ര, ആ ചിലവിൻ്റെ ഓരോ ഖണ്ഡികയും എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരം വരട്ടെ. ഈ വരുന്ന 17-ാം തീയതി ദേവസ്വം ബോർഡിൻ്റെ മീറ്റിംഗ് കൂടുന്നുണ്ട്. ആ മീറ്റിംഗ് കഴിയുമ്പോൾ കുറെ കൂടെ ഈ വിഷയത്തിലെ ചിത്രം വ്യക്തമാകും. നമ്മൾ ഊഹാപോഹങ്ങളുടെ സുരേഷ് കുമാർ, ഇവിടെ 45 ദിവസത്തിനകം കണക്ക് ഹാജരാക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞതാണ്. മാസം 5ആയി. എന്തുകൊണ്ടാണ് കണക്കുണ്ടാവാത്തത്? അത്ര വലിയ ആന കണക്കാണോ ഈ 8 കോടി വരവും ചെലവും കണക്കാക്കുന്നത്? ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഇപ്പോൾ ജയകുമാർ സാറ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, 50%-ലധികം തുക സ്പോൺസർഷിപ്പിലൂടെ വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ ഇപ്പോൾ പന്തൽ കെട്ടുന്ന ആളിനായിരുന്നാലും ശരി, അവിടെ റൂം റെൻ്റ് ആയിരുന്നാലും ശരി, മറ്റു കാര്യങ്ങളായിരുന്നാലും ശരി, ഓൺ ഫണ്ടിൽ നിന്ന് നമ്മളിലുള്ള ഫണ്ടിൽ നിന്ന് എടുത്ത് കൊടുക്കും. എന്നിട്ട് തിരിച്ച് സ്പോൺസർഷിപ്പ് റീഫണ്ട് ചെയ്യുകയാണ് സാധാരണ ഇത്തരം പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ ചെയ്യാറുള്ള രീതി. സോ അത് തന്നെ ഇക്കാര്യത്തിലും പിന്തുടരും എന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ കൊടുത്ത തുകയും ഇനി വരേണ്ടുന്ന തുകയും കൂടെ വെച്ച് നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കഴിയും. ശബരിമല പോലെ കേരളത്തിന്റെ പ്രസ്റ്റീജായ ഒരു ക്ഷേത്രത്തിൽ 8 കോടി അല്ലെങ്കിൽ പറഞ്ഞ സ്പോൺസർ ആൾക്കാർ തരാൻ തയ്യാറല്ലെങ്കിൽ അത് ഈ സർക്കാരിനോടും നടത്തിയവരോടുള്ള വിശ്വാസക്കുറവാണ് എന്ന PR ശിവശങ്കറിനോട് മറുപടി ശ്രീ സുരേഷ് കുമാർ.
അല്ല അതാണ് ഞാൻ പറഞ്ഞത്. PR ശിവശങ്കരനെ പോലുള്ള ആളുകൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. അത് പറയുന്നതിനൊന്നും യാതൊരുവിധ കുഴപ്പവുമില്ല. അദ്ദേഹം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞില്ലേ, 500-ൽ താഴെ ആളുകളാണ് ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തതെന്ന്. 4126 ആളുകൾ ഇന്ത്യയിലെ 16 സ്റ്റേറ്റുകളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും പങ്കെടുത്ത ഈ അയ്യപ്പ സംഗമത്തിൻ്റെ മാറ്റ് കുറച്ച് കാണിക്കുന്നതിന് വേണ്ടി എല്ലില്ലാത്ത നാവ് കൊണ്ട് എന്തും പറയാൻ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിന് കഴിയുമെങ്കിൽ PR ശിവശങ്കർ ഇവിടെ ഒന്ന് പറയുന്നതിനാണോ അതിനകത്ത് നമ്മൾ എന്തെങ്കിലും യുക്തി കാണേണ്ടതായിട്ടുണ്ടോ? അദ്ദേഹത്തിന് ഇതല്ല, ഇതിനപ്പുറവും ഒരു ഡിബേറ്റിനകത്ത് ചർച്ചയിൽ പങ്കെടുത്ത് അദ്ദേഹത്തിൻ്റെ വാദഗതികൾ വിജയിക്കുന്നതിന് വേണ്ടി എന്തു പച്ചക്കള്ളവും നിരത്താൻ തയ്യാറായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഒന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ആദ്യം ഈ ആഗോള അയ്യപ്പ സംഗമം നടക്കരുത് എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്തു. എന്തെല്ലാം കോലാഹലങ്ങൾ ഉണ്ടാക്കി, ഏതെല്ലാം രൂപത്തിൽ ഇതിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചു. അതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന വിഷയങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനും പരിഹരിക്കാനും വേണ്ടിയിട്ടുള്ള ഇടപെടൽ അതിശക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. അയ്യപ്പ സംഗമത്തിന് ശേഷം ആ ഇടപെടലിൽ താങ്കൾ തുടക്കത്തിൽ പറഞ്ഞു, അതുകൂടി പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിലേക്ക് തന്നെയാണ്. അയ്യപ്പ സംഗമത്തിന് ശേഷം ഈ പറഞ്ഞ ശബരിമലയുടെ വികസനത്തിലേക്ക് വെച്ച ഒരു മൂന്ന് നടപടി ഒന്ന് പറയാമോ? അഡീഷണലായി വെച്ച ഒരു 3 നടപടി സുരേഷ് കുമാർ. അവിടെ ഉണ്ടായിട്ടുള്ള എല്ലാ നടപടികളും ഇപ്പം തന്നെ തുടക്കത്തിൽ ഈ സീസണിൽ, ഈ മണ്ഡലകാല സന്ദർഭത്തിൽ ആദ്യത്തെ 1-2 ദിവസം ഉണ്ടായ തിക്കും തിരക്കും, അതിനെ സംബന്ധിച്ച് പോലും വിമർശന വിധേയമായി വലിയ വാർത്തകൾ അത്തരം മാസ്റ്റർ പ്ലാനിൽ ചർച്ചകളുണ്ടായി. മാസ്റ്റർ പ്ലാനിൽ ഉദ്ഘാടനത്തിന് ശേഷം കാണാൻ ചർച്ചകളുണ്ടായി. ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ശബരിമലയുടെ വികസനത്തിനായി പുതിയതായി ആരംഭിച്ച അല്ലെങ്കിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ മുന്നോട്ടേക്ക് ഒരു 3 പോയിന്റ് പറയാൻ കഴിയുമോ അങ്ങേക്ക്? കൃത്യമായി പറയാൻ കഴിയും ഹാഷ്മി, കൃത്യമായി പറയാൻ വേണ്ടി കഴിയും. അവിടെ ഞാൻ ഈ പറഞ്ഞല്ലോ, അവിടെ ഉണ്ടായിട്ടുള്ള ഇപ്പോൾ നടക്കുന്ന പുതുമയാർന്ന വികസന പ്രവർത്തനങ്ങൾ, ഞാൻ ഇതിനകത്ത് കുറിച്ച് വെച്ചിരുന്നതാണ്. പുതുമയാർന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വളരെ മുൻകൈയോടുകൂടി എടുത്ത് നടപ്പിലാക്കി. നേരത്തെ നടന്നുകൊണ്ടിരിക്കുന്നതാണല്ലോ ചോദ്യം. ഈ 3.5 കോടി രൂപ നഷ്ടത്തിൽ 3.5 കോടി രൂപ ഭക്തന്റെ പോക്കറ്റിൽ നിന്ന് നഷ്ടമാക്കി സംഘടിപ്പിച്ച അയ്യപ്പ സംഗമത്തിന് ശേഷം ഇപ്പൊ പുതുമയാർന്ന പ്രവർത്തനം നേരത്തെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാസ്റ്റർ പ്ലാനൊക്കെ നേരത്തെ ഉള്ളതാണ്. അതിനുശേഷം നമ്മൾ കണ്ട എന്താ? അതിന് നമ്മൾ കണ്ടത് അവിടെ ഈ ഒരു തിക്കും തിരക്കിലും ആളുകൾ മരിച്ചു പോയേക്കോ എന്ന് ഭീതി, ജയകുമാർ വരെ ആശങ്കപ്പെട്ടു പോയ ആൾത്തിരക്ക് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് വെള്ളമില്ലാതെ വലയുന്ന ഭക്തരെ കണ്ടു, ടോയ്ലറ്റ് ഇല്ലാതെ വലയുന്ന ഭക്തരെ കണ്ടു, പമ്പ അഴുകി ഒഴുകുന്നത് കാണുന്നു, ഇപ്പോഴും കാണുന്നു. എന്ത് നടപടി ഉണ്ടായെന്നാണ് അങ്ങ് പറയുന്നത്? ഒന്നും ഉണ്ടായിട്ടില്ല സുരേഷ് കുമാർ. അല്ല, കാണുന്നില്ല. അതൊക്കെ ചുമ്മാ ഇങ്ങനെ എക്സാഗ്രേറ്റ് ചെയ്ത് പറയുന്നതാണ്. ടോയ്ലറ്റിൻ്റെ കാര്യത്തിൽ അവിടെ കൃത്യമായിട്ടുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഈ പറയുന്നത് പോലെ മുൻകാലങ്ങളെ പോലെ വളരെ കുറച്ച് പരിമിതരായിട്ടുള്ള ഭക്തർ മാത്രമല്ല വരുന്നത്. ഇന്നിപ്പോൾ ലക്ഷക്കണക്കിന് ഒരു പക്ഷേ അനൗദ്യോഗിക കണക്കുകൾ കൂടെ പ്രകാരം നമ്മൾ നോക്കുമ്പോൾ 1 ലക്ഷം പെർ ഡേ 1 ലക്ഷം കഴിയുകയാണ് ഭക്തരുടെ വരവെന്ന് പറയുന്നത്. അതാ അമ്പലത്തിൻ്റെ മഹത്വവും വിശ്വാസികൾക്ക് അതിനോടുള്ള താല്പര്യവുമാണ്. യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകാതെ അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാനാണ് സർക്കാരും ദേവസ്വം ബോർഡ് ഇരിക്കുന്നത്. അത് തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ആ പമ്പ മലിനമാണ്. ഇപ്പോഴും ആവശ്യം ടോയ്ലറ്റ് ഉണ്ടോ എന്ന് കോടതി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്ന 3 പോയിന്റ് പറയാം. മാസ്റ്റർ പ്ലാൻ ഇപ്പൊ നമ്മുടെ അയ്യപ്പ സംഗമത്തിന് ശേഷം സർക്കാർ മുന്നോട്ട് വെച്ച് ദേവസ്വം ബോർഡ് ചെയ്തു തുടങ്ങി 3 പോയിന്റ് പറയാം. ഒരു മിനിറ്റ് ഹാഷ്മി, ഒരു മിനിറ്റ്. കോടതി ചോദിക്കുന്ന ചോദ്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പോലും പലപ്പോഴും സെലക്റ്റീവ് ആകുന്നുണ്ട്. ഇന്നലെ കോടതി വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ ആ ചോദ്യം? അത് കൊടിമരത്തിലെ സ്വർണം പോലും കട്ടവരല്ലേ നിങ്ങളെന്ന് ചോദിച്ചിട്ടുണ്ട്. അതാരാ കട്ടത്? ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ ഞാൻ ആവർത്തിക്കുന്നില്ല, ശിവശങ്കർ അതിൽ ചില കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് അതിനകത്ത് സംഭവിച്ചത്? ഒരു ഫിനിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനി ആ ദേവസ്വം ചീഫ് എഞ്ചിനീയർ സബ്മിറ്റ് ചെയ്ത എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് 3,20,00,000 സംതിങ് ആണ്. ആ തുക ആ ഒരു കമ്പനി തന്നെ അടച്ചു. ഈ സെലിബ്രിറ്റീസിൻ്റെ വാങ്ങിയ സ്വർണം, പണം. സുരേഷ് കുമാർ, കൊടിമരത്തിലേക്ക് കയറാം. അതിനു മുമ്പ് അയ്യപ്പ സംഗമത്തിന് ശേഷം അവിടെ നടപ്പാക്കിയ ഒരു നടപടി പറയാമോ? 3 പോട്ടെ, ഒറ്റ നടപടി. ഉറപ്പായിട്ട് ഞാൻ എൻ്റെ അടുത്ത ഭാഗം വരുമ്പോൾ ഒരു നടപടിയല്ല 5 നടപടി ഞാൻ പറയാം. 5 നടപടി ഇപ്പൊ പറയാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? ഒന്നുമില്ല, അതുകൊണ്ടാണ്. അത് കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ അങ്ങയുടെ ഓർമ്മയിലേക്ക് വരുന്ന ഒരു നടപടിയില്ല. ശരി സുരേഷ് കുമാർ, താങ്കൾ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു മാസ്റ്റർ പ്ലാൻ ഇപ്പോൾ അയ്യപ്പ നല്ലകാരോട് പറയണമെന്ന്. നല്ല കാര്യം നമുക്ക് ചർച്ച ചെയ്യാം. അയ്യപ്പ സംഗമത്തിന് ശേഷം ശബരിമലയുടെ ഉന്നതിക്കായി ഉദ്ധാരണത്തിനായി ഇപ്പോൾ ഇത് ഒരു നടപടി ചോദിച്ചാൽ അങ്ങേക്ക് പറയാനില്ല. എന്തുകൊണ്ടാണത്? അങ്ങനെ ഇല്ലാത്തതുകൊണ്ടാണ്. വിആറിനിപ്പോൾ ഊരാളുങ്കലിനെ പറ്റി നല്ല അഭിപ്രായമാണ്. ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്ന സ്ഥാപനമാണ് എന്ന് കരുതി എല്ലാ പരിപാടിയും ഊരാളുങ്കലും കൊടുക്കണോ? അവിടെയും ശബരിമല വരുമ്പോൾ അവിടെ ഇവന്റ് മാനും ഊരാളുങ്കല്, വയനാട് ഊരാളുങ്കല്, സർക്കാരിൻ്റെ എവിടെ പദ്ധതി ഉണ്ടല്ലോ അതെല്ലാം ഊരാളുങ്കല്.
ഊരാളുങ്കൽ മാത്രമേ ഉള്ളോ എന്നൊരു ചോദ്യം നിങ്ങൾ കുറച്ചുകൂടി ശക്തമായി ഉന്നയിക്കണ്ടേ? ഊരാളുങ്കൽ ഈ പറയുന്ന എന്താണ് ടെൻഡർ ഇല്ലാതെ കൊടുക്കാൻ ഉത്തരവിറക്കിയത് ഉമ്മൻചാണ്ടിയാണെന്ന് പറഞ്ഞാലും അല്ല, അതിലേക്ക് ഞാൻ വരാം ഹാഷ്മി. അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് ഹാഷ്മി മിടുക്കനാണ് എന്ന് പറയുന്നതിലൊക്കെ വലിയ പ്രശ്നമുണ്ടെന്ന്. അദ്ദേഹം ഹാഷ്മിയെ പ്രകീർത്തിക്കുന്നതിലൊരു പ്രശ്നമില്ല. ഹാഷ്മി മിടുക്കനാണ്, ഹാഷ്മി സുന്ദരനാണ്, ഹാഷ്മിക്ക് ഒടുക്കത്തെ ഗ്ലാമറാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിൻ്റെ ഇടയിൽ ഞങ്ങളെ എതിർക്കുന്നവനാണെങ്കിലും ഹാഷ്മി മിടുക്കനാണ്, വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി എന്ന് പറയുന്ന പോലെ പറയുമ്പോൾ കേൾക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും തോന്നും. അതാണ് പ്രശ്നം. പിന്നെ അദ്ദേഹം അതിനു മുമ്പ് ഇവിടെ പല കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് സംസാരിക്കണം എന്ന് പറയുന്നതുകൊണ്ടാണ് വയനാടിനെ കുറിച്ചൊന്നും പറയാത്തത്. അദ്ദേഹം പറയുന്നത് എന്താ, അണ്ണൻ പൈസ തരും എന്ന് പറഞ്ഞ് ചായക്കടക്കാരൻ്റെ കേസുകാരുടെ കാര്യമാണല്ലോ പറയുന്നത്. കാശ് കൊടുത്ത ചായയുടെ കാശ് DYFI പിരിച്ചു കൊടുത്തു എന്നാ ഒരു വാദത്തിന് വേണ്ടി അതൊക്കെ സമ്മതിച്ചു എന്ന് വെക്കുക. നിങ്ങൾ ഈ KSUക്കാരുടെ ചായയുടെ പൈസ പിരിച്ചു കൊടുക്കുന്ന DYFIക്കാരൻ്റെ ചോരയുടെ പണം അടിച്ചു മാറ്റിയത് തിരിച്ചു കൊടുക്കണം മിസ്റ്റർ. ധൻരാജ് എന്ന് പറയുന്ന രക്തസാക്ഷിയുടെ ഫണ്ട് അടിച്ചു മാറ്റിയെന്ന് പറയുന്നത് തെരുവിൽ ചായക്കട നടത്തുന്ന ആളല്ല, നിങ്ങളുടെ ജില്ലാ കമ്മിറ്റിയുടെ ആളാ. അപ്പൊ അത്തരം വർത്തമാനങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് സ്വയം ഒന്ന് ആലോചിച്ചു നോക്കിയാൽ മതി. ഒരു KSUക്കാരെ കുറിച്ച് ബാലിശമായ കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന പകരം നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ജില്ലാ കമ്മിറ്റി, നിങ്ങളുടെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഘടകം നിങ്ങളുടെ രക്തസാക്ഷിയുടെ ചോരയുടെ പൈസ പറ്റുന്നവരാ. KSUക്കാരന്റെ ചായയുടെ പൈസ പറ്റുന്നതിന് മുമ്പ് DYFIക്കാരന്റെ ചോരയുടെ പണം പറ്റിയ ബ്ലഡ് മണി തിരിച്ചു കൊടുത്തിട്ട് ഈ വർത്തമാനം പറയണം മിസ്റ്റർ. അതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഓരോ വിഷയം ചർച്ചയ്ക്ക് അതിനനുസരിച്ച് പറയുകയാണെങ്കിൽ പറയാം. വിസ്താര ഭയം കൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല, അത്രയേ ഉള്ളൂ. പിന്നെ സംഘപരിവാറിന്റെ സുഹൃത്ത് എന്താ പറയുന്നത്, ബഹുമാന്യനായ BJP പ്രതിനിധി പറയുന്നത് എന്താ, അദ്ദേഹത്തിന് ഈ പറയുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പിനെ കുറിച്ചൊക്കെ വലിയ പരാതിയുണ്ട്. പക്ഷെ അങ്ങനെ പരാതിയുള്ള BJPക്കാരൻ, സംഘപരിവാറുകാരൻ നരേന്ദ്രമോദിയേക്കാൾ കൂടുതൽ സംഘപരിവാറുകാരുടെ ആരാധ്യ പുരുഷനായ യോഗി ആദിത്യനാഥ് ആ വേദിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ പറയണ്ടേ, സാർ നമ്മളെ പരിഗണിക്കുന്നില്ല, വിശ്വാസികൾക്കെതിരാണ്, അങ്ങ് ഇവിടെ പോകാൻ പാടില്ല എന്ന നിലപാടെടുക്കണ്ടേ? അപ്പൊ നിങ്ങളൊക്കെ തട്ടിപ്പാണെന്നേ. CPM-ന് ഇക്കാര്യത്തിൽ ഒരേ അജണ്ടയാണുള്ളത്. യോഗിയുടെ കത്ത് വായിച്ചതേ ഉള്ളൂ. യോഗിയുടെ കത്ത് വായിക്കുമ്പോൾ കത്ത് കൊടുക്കരുതെന്ന് പറയണ്ടേ? അല്ല, യോഗിയുടെ കത്ത് കൊടുക്കുമ്പോൾ ഞങ്ങളത് ബഹിഷ്കരിക്കുന്ന പരിപാടിയാണ്. ഈ യോഗി എന്ന് പറയുന്നത് ഇവരുടെ ആരാ? യോഗിയുടെ സാന്നിധ്യം വെർച്വലായോ അല്ലെങ്കിൽ നേരിട്ടുള്ള സാന്നിധ്യത്തെ സംഘപരിവാർ പോയി പറയണ്ടേ? അപ്പൊ ഇവർക്ക് അങ്ങനെ ഒരു നിലപാടില്ലാന്നേ. അതല്ല, എല്ലാ മുഖ്യമന്ത്രിമാരെ വിളിച്ച കൂട്ടത്തിൽ എല്ലാവരും സന്ദേശം അയച്ച കത്ത് വായിച്ചത് യോഗിയുടെയും ഒന്ന് രണ്ട് പേരുടെ മാത്രം വായിച്ച എന്തുകൊണ്ടാണ് പറയുന്നത് വാസവന? അത് PR ശിവശങ്കർ അല്ലല്ലോ പറയണ്ടേ? അല്ല, കത്ത് കൊടുക്കുമ്പോൾ അല്ല, അത് BJPക്കുള്ള രാഷ്ട്രീയമായ എതിർപ്പ് പറയണ്ടേ? പിന്നെ ഇവരെ വിശ്വാസികളുടെ കുത്തക അവകാശപ്പെടുന്ന ആളുകൾ, ഇവരിവിടെ ബാബറി മസ്ജിദ് പൊളിച്ച് ഉണ്ടാക്കിയ രാമക്ഷേത്രത്തിന്റെ നിർമ്മിതിയിൽ പോലും വലിയ അഴിമതി നടത്തിയെന്നുള്ള ആക്ഷേപം അവിടുത്തെ പൂജാരികൾ ഉന്നയിച്ച ആളുകളാണ്. അപ്പൊ നിങ്ങളങ്ങനെ വിശ്വാസികളുടെ കുത്തകയൊന്നും അവകാശപ്പെടേണ്ട. CPM-വുമായി ഇത്തരം ചില അഡ്ജസ്റ്റ്മെന്റുകൾ നീക്കുപോകുകൾ അപ്പുറത്തും ഇപ്പുറത്തും നിർത്തി നടത്താമെങ്കിൽ നടത്തിക്കോ എന്നതിനപ്പുറം വിശ്വാസം അവർക്ക് എന്താ ഞങ്ങളോടുള്ള പ്രശ്നം? BJPയുടെ പ്രശ്നം വിശ്വാസത്തെ സംഘപരിവാറിന് ഞങ്ങൾ വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ളതാ. ഹാഷ്മി ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ശബരിമല സംഭവവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ആളുകൾ ജയിലിൽ കിടന്നിട്ടുണ്ട്. ഇവർ വിശ്വാസികളുടെ കുത്തക അവകാശപ്പെടുന്ന ആളല്ലേ? ഇവരെ എന്തെങ്കിലും സമരം നടത്തി ജയിലിൽ പോകുന്ന തരത്തിലുള്ള എന്തെങ്കിലും സമരവുമായി രംഗത്ത് വന്നിട്ടുണ്ടോ? കാരണം അങ്ങനെ CPM-നെ ഈ വിഷയത്തിൽ ക്ഷീണിപ്പിക്കാൻ BJP ആഗ്രഹിക്കുന്നില്ലെന്നേ, CPM-നെ എതിർക്കാൻ ഇവർ ആഗ്രഹിക്കുന്നില്ലെന്നേ. ഇപ്പോൾ പോലും രാജീവ് ചന്ദ്രശേഖരൻ എന്താ പറഞ്ഞത്, തുടർഭരണം വരാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു നടക്കുകയാണ് BJPക്കാർ. അപ്പൊ കൃത്യമായ രാഷ്ട്രീയമായ അന്തർധാര അവിടെ നിലനിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. പിന്നെ ഞങ്ങളുടെ ആളുകളെ കുറിച്ച് ആക്ഷേപം ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിവ് കൊടുക്ക്, അന്വേഷിക്ക്. ഞങ്ങളിവിടൊന്നും ഒളിച്ചു പോകുന്നില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് CPM-ന്റെ ഈ സമീപനത്തോട് രാഷ്ട്രീയമായി BJPക്ക് വിയോജിപ്പുണ്ടോ? നിങ്ങൾ ഈ വിഷയത്തിൽ എന്തൊക്കെ സമരം നടത്തി ജയിലിൽ പോയിട്ടുണ്ടോ? ഇതിനെ എതിർത്തത് ആര് എന്നൊക്കെ കേരളത്തിലെ സമൂഹം ഇതാക്കാണ്. നിങ്ങൾ ഇപ്പോഴെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അയ്യപ്പ സന്നിധ അല്ല, ഞാനൊരു കാര്യം പറയാം. ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് സൃഷ്ടിപരമായ ഒരു അജണ്ട സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കുണ്ടോ? ശബരിമലയെ തകർക്കാൻ ശ്രമിക്കുന്ന കൂട്ടത്തിലുള്ളവർ ബാബർ സന്നിധാനം അടിച്ചു പൊളിക്കണമെന്ന് പറഞ്ഞത് VHPയുടെ സംസ്ഥാന പ്രസിഡന്റാ. ബഹുമാനായ ശിവശങ്കറിന് നിലപാടുണ്ടോ? ഇല്ല, അടിച്ചു പൊളിക്കാൻ അങ്ങോട്ട് ആര് കയറും? അടിച്ചു പൊളിക്കാനുള്ള ലക്ഷ്യമായിട്ട് അങ്ങോട്ട് ആര് കയറും? കയറ്റി വിടുവോ താഴെ നോക്കോട്ടെ? അത് ചുമ്മാ പറയുന്നതാണേ. അതൊന്നും അവർ വിചാരിച്ച നടക്കില്ല. അവിടെ നമ്മുടെ ശബരിമലയല്ലേ, നടക്കില്ലെങ്കിലും ഈ BJPക്കാരുടെ അജണ്ടയാണെന്നേ. ഓക്കെ, അല്ല, വാവറില്ലെങ്കിൽ അയ്യപ്പനുണ്ടോ ഹാഷ്മി? ശരി. ഇവര്
അയ്യപ്പ വിശ്വാസം അത് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന അവിടെ ആരും അവിടെ കയറി ആരും അവരുടെ തന്നെ തുടത്തുമില്ല, ഒന്നും ചെയ്യത്തുമില്ല, ചുമ്മാ പറയുന്നവർ. ഓക്കെ, വിട്ടേക്ക്. ശ്രീ പി ആർ ശിവശങ്കർ, താങ്കൾ നേരത്തെ കൊടിമരത്തിന്റെ കാര്യം അത് വിട്ടേക്ക്. ഓക്കെ, പി ആർ, താങ്കൾ നേരത്തെ കൊടിമരത്തിന്റെ കാര്യം സൂചിപ്പിച്ചതുകൊണ്ട് ഈ മറ്റേ ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ടുകളും ഹൈക്കോടതിയുടെ ഫൈനൽ റിപ്പോർട്ടും ഉത്തരവും ഒക്കെ താങ്കൾ വായിച്ചിട്ടുണ്ടാവണം. താങ്കൾ വായിച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞ ഈ സ്വർണത്തിന്റെ എന്താണ് പിരിച്ചടിച്ചു മാറ്റിയെന്ന് ആരോപണം വരില്ല, രസീത് വാങ്ങിച്ചില്ല എന്ന ആരോപണം ഉണ്ടെങ്കിലും. ഇല്ല, അത് ശ്രീ ഹാഷ്മി എത്ര സുന്ദരനാണെങ്കിലും ആ പറഞ്ഞതിൽ തെറ്റുണ്ട്. ഞാൻ വായിക്കാം. ഒന്ന്, ഇതിൽ പ്രധാനപ്പെട്ടത് 27 ഭക്തന്മാരിൽ നിന്ന് 412 ഗ്രാം സ്വർണം അധികമായി മേടിച്ചു എന്ന് തന്നെയാണ് റിപ്പോർട്ടിലുള്ളത്. അപ്പോൾ ഈ പറയുന്ന 3,20,000 രൂപ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഫിനിക്സ് ഇൻഫ്രാസ്ട്രക്ചർ ഹൈദരാബാദ് ബേസ്ഡ് കമ്പനി നൽകിയതിന് ശേഷവും ഈ 412 ഗ്രാം അധികമായി വാങ്ങി, മറ്റത് കൂടാണ്ട്. എന്നിട്ട് വാങ്ങിയതിലോ അതിലും വീണ്ടും തെറ്റുണ്ട്. താങ്കൾ മനസ്സിലാക്കേണ്ടത് ദേവസ്വം മാനുവൽ അനുസരിച്ചിട്ട് ഒരു എ ഫോമിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 3 ലീഫുള്ള രസീത് വേണം എന്നാണ് ദേവസ്വം മാനുവലിൽ വളരെ കൃത്യമായി സൂചിപ്പിച്ചിട്ടുള്ളത്. അതിന് പ്രകാരം അത് ഒന്ന് തൂക്കം വ്യക്തമാക്കി, ഒരാൾ സ്വർണം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തൂക്കം വ്യക്തമാക്കി അതിൽ സൂചിപ്പിച്ചതിന് ശേഷം ആ റെസീറ്റ് ഭക്തന് നൽകണം. രണ്ടാമത്തെ റെസീറ്റ് ആ സ്വർണം സൂക്ഷിച്ചതിനോടൊപ്പം എവിടെയാണോ സ്വർണം സൂക്ഷിക്കുന്നത് അല്ലെങ്കിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അധികം വന്നിട്ടുണ്ടെങ്കിൽ അത് ലോക്കറിൽ വെക്കണം. മൂന്നാമത്തെ റെസീറ്റാണ് അത് കൃത്യമായി ദേവസ്വം രജിസ്ട്രാറിൽ സൂക്ഷിക്കേണ്ടതും അതിൻ്റെ കൂടെ സൂക്ഷിക്കേണ്ടതും. ഇത് മൂന്നും നടന്നിട്ടില്ല. താങ്കൾ ഈ പറഞ്ഞ ഭക്തൻ അധികം വാങ്ങിയ സ്വർണം എവിടെ ഉപയോഗിച്ചുവെന്ന് ശ്രീ കുറുപ്പ് കോടതി പറഞ്ഞിട്ടുണ്ട്. താഴെക്കൂടം പൂശാൻ 600 ഗ്രാമിനപ്പുറം ദേവസ്വം ബോർഡോട് സ്വർണം ചോദിക്കുകയും ദേവസ്വം ബോർഡ് ഉഴപ്പുകയും അതുകൊണ്ട് ഈ ബാക്കി വന്ന സ്വർണ്ണം എടുത്ത് ഉപയോഗിക്കാൻ ഞാൻ നിർബന്ധിതനായി എന്ന അടക്കമുള്ള കാര്യങ്ങൾ ഞാൻ അതുകൊണ്ടാണ് റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചത്. ആ റിപ്പോർട്ടിലുണ്ട് അധികം വന്ന സ്വർണം എവിടെ ഉപയോഗിച്ചു എന്ന റിപ്പോർട്ട് കൃത്യമായിട്ടുണ്ട്. പക്ഷേ അല്ല അധികം വന്ന സ്വർണം എന്ന് പറയുമ്പോൾ ഭക്തർ എത്രയാണ് നൽകിയെന്നുള്ളത് ഭക്തർക്ക് റെസീറ്റ് നൽകിയിട്ടില്ല, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന റെസീറ്റിലില്ല, എമൗണ്ട് ഇല്ല എന്നുള്ളതാണ്. പിന്നെ പല ഭക്തർക്കും കൊടുത്തിട്ടില്ല. ശരി, ഞാൻ അതിൽ കിടന്ന് തർക്കുന്നില്ല. ഏതായാലും റിപ്പോർട്ട് പ്രകാരം മഹസറിലുണ്ട്. ഭക്തന് നൽകിയ റിപ്പോർട്ടിൽ സ്വർണത്തിന്റെ അളവില്ല. എനിക്കറിയാവുന്ന ഒരു ഭക്തന്റെ കഥയാണ് ഞാൻ പറഞ്ഞത്. അത് വരും ദേവസ്വം ബോർഡിലേക്ക് കൃത്യമായിട്ട്. മറ്റൊരു ഭക്തൻ സുരേഷ് ഗോപി എന്ന് പറഞ്ഞത് കൃത്യമായി എല്ലാം രേഖപ്പെടുത്തി വാങ്ങിയെന്നാണ് പറഞ്ഞത് ഇന്ന് പറഞ്ഞത്. ഞാൻ സുരേഷ് ഗോപി എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്കുള്ള ഭക്തൻ സുരേഷ് ഗോപി മാത്രമാണെന്ന് താങ്കൾക്ക് ത്രികാലജ്ഞാനം വേണ്ട. ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. അത് വരും. ഞാനിപ്പോൾ അത് കോടതിയിലേക്ക് പോകുന്നവരെ ഞാൻ പറയുന്നില്ല. അതെല്ലാം കൃത്യമായിട്ട് വരും. താങ്കൾക്ക് ഉണ്ട് എന്ന് വിശ്വസിക്കാം. താങ്കൾക്ക് പല കാര്യം വിശ്വസിക്കുന്ന പോലെ അതും വിശ്വസിക്കാം. എനിക്ക് എൻ്റെ അറിവിനനുസരിച്ചിട്ട് ഇത്തരം തെറ്റുകൾ കോടതിയിലേക്ക് പോകുന്ന കാരണം തൽക്കാലം ഞാൻ പറയുന്നില്ല. അതിൻ്റെ ഒറിജിനൽ കോപ്പി കോടതിയിലേക്ക് പോയിട്ടുണ്ട്. അത് വ്യത്യാസം വരും. ഞാനത് പറയുന്നു. അപ്പോൾ ഇതൊന്നും നടന്നിട്ടില്ല. മൂന്നാമത്തെ രേഖകളിൽ കാണുന്നതിൽ ദേവസ്വം രേഖകൾ കാണുന്നതിൽ പലതിനും കൃത്യമായ തൂക്കമില്ല. രണ്ട്, ഇത്തരം അധികം വന്നിട്ടുണ്ടെങ്കിൽ എന്തിനാണ് കൊടിമരം എന്ന് പറഞ്ഞുകൊണ്ട് 412 ഗ്രാം വീണ്ടും വാങ്ങിച്ചത്? എന്തിനാണ് അത് താഴെക്കുടം പൂശാനെന്ന് വീണ്ടും താഴെക്കുടത്ത് സ്വർണം ഉണ്ടായിരുന്നില്ലേ? ആ പൂശിയതിൽ ഈ പറഞ്ഞ 412 ഗ്രാം ഉണ്ടോ? അല്ലെങ്കിൽ ഹൈദരാബാദ് കമ്പനിയിൽ നിന്ന് 3.5 കോടി രൂപ വാങ്ങിച്ചതിൽ ഈ കണക്ക് തെറ്റിയിരുന്നോ? അല്ലെങ്കിൽ ആ പണം മാറ്റി ചെലവാക്കിയോ? അല്ലെങ്കിൽ അവർ മേടിച്ച പണം മാറ്റിക്കൊണ്ട് ഈ സ്വർണം വീണ്ടും ഇല്ല, അത് കൊടിമരത്തിന് മാത്രമായിരുന്നു സാർ. താഴെക്കൂടത്തിന് ആ പണം തികയത്തില്ല എന്ന് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. താങ്കൾ ഞാൻ അങ്ങേക്ക് മുഴുവൻ അയച്ചു തരാം. കമ്പ് കുറിപ്പ് കോടതിക്ക് കൊടുത്ത എന്താണ് ദേവസ്വം ബോർഡ് അയച്ച കത്തുകളടക്കം കോടതിക്ക് കൊടുത്ത 6 ഇടക്കാല റിപ്പോർട്ടുകളും ഫൈനൽ റിപ്പോർട്ടും ഉത്തരവടക്കം അങ്ങനെ അയച്ചു തരാം. അങ്ങനെ അതിനൊക്കെ മറുപടി കിട്ടും. നമുക്ക് അതിനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരാത്തത്. സമയമില്ലാത്തതുകൊണ്ട് അല്ലല്ല, ഒരൊറ്റ മിനിറ്റ്. അല്ലല്ല, താങ്കൾ എൻ്റെ ഈ വാദഗതി ചോദ്യം ചെയ്തുകൊണ്ടാണ്. അങ്ങനെ വരുമ്പോൾ താഴെക്കുടം സ്വർണം പൂശി എന്ന് പറയുമ്പോൾ നേരത്തെ സ്വർണം പൂശിയിരുന്നില്ലേ, വീണ്ടും പൂശിയിരുന്നാണോ? അപ്പം നേരത്തെ സ്വർണം പൂശിയത് മാറ്റിയോ? ഇത്തരം ചോദ്യങ്ങൾ വരുന്നുണ്ട്. സ്വർണം നേരത്തെ ഈ പറയുന്ന ചെമ്പെന്നായിരുന്നു. അതെ, പലരും പൂശി. അതെ, ഞാൻ പൂശി. ആരാണ് പൂശിയത്, എവിടെയാണ് പൂശിയത് മാത്രം ഇത്തരത്തിലുള്ള പല പൂശലും വർഷം സ്വർണം. സാറേ,
സാറേ, കോടതി മേൽനോട്ടത്തിലെ കുറിപ്പിനെ കുറിച്ചും വലിയ ആരോപണമുണ്ട്. ഞാനിനി അതൊന്നും പറഞ്ഞ് പ്രശ്നമാക്കുന്നില്ല. ആ കാലഘട്ടത്തിലും പല തട്ടിപ്പുകളും ഈ പറയുന്ന കോടതി മേൽനോട്ടത്തിൻ്റെ ആളെക്കുറിച്ചും വലിയ ആരോപണങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. താങ്കൾ പറഞ്ഞ രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന കൊടിമരം മാത്രമല്ല, ഈ പറയുന്ന ഈ പാത്രം വാങ്ങിക്കണ കാര്യത്തിൽ 1.87 ലക്ഷം കോടി രൂപ ഓർഡർ നൽകിയ പ്രകാരം പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ കാലഘട്ടത്തിൽ ഉടനെ തട്ടിപ്പ്, അതിനെക്കുറിച്ച് വേറെ കേസുണ്ട്. ആ കേസ് ആർക്കെതിരെയാണെന്നും ജയകുമാർ ആരാണെന്നും ശിവകുമാറിൻ്റെ കാലഘട്ടത്തിലാണ് നടന്നതെന്നുള്ളത് കാരണം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാം കേട്ടോ. അത്തരം കാര്യങ്ങൾ കൊടിമരത്തിന്റെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കി ചില പിഴവുകളുണ്ട് എന്ന് ഞാൻ പറയുന്നത് കോടതി പേപ്പറിന്റെ അടിസ്ഥാനത്തിലാട്ടോ. എനിക്ക് മുന്നിൽ വേറെ അറിവുകളില്ല. കോടതിയിൽ ഉള്ള പേപ്പറിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത്. ഹാഷ്മി, ഞാൻ ഒന്നുകൂടെ പറയുന്നു, കോടതിയിലേക്ക് സർക്കാർ കൊടുത്ത ദേവസ്വം ബോർഡിലെ ജോലിക്കാർ തെറ്റായ റിപ്പോർട്ട് കൊടുക്കാമല്ലോ. കോടതി നിയോഗിച്ച ഉദ്യോഗസ്ഥൻ കൊടുത്ത റിപ്പോർട്ട് ഇത്തരം ആളുകൾ നടത്തി ആ ഉദ്യോഗസ്ഥനെ കുറിച്ച് ആ ഉദ്യോഗസ്ഥൻ ആ കാലഘട്ടത്തിൽ റിപ്പോർട്ട് എടുത്താണല്ലോ പറയുന്നത്. കുറുപ്പിനെ കുറിച്ചാണല്ലോ പറയുന്നത്. അദ്ദേഹത്തിന് ഈ പറയുന്ന സ്വർണം പൂശിയെന്ന് പറയുന്നത് എത്ര ഗ്രാം സ്വർണം പൂശിയെന്നും താഴെക്കുടത്തിൽ അപ്പോൾ പൂശിയപ്പോൾ പണ്ട് സ്വർണം ഉണ്ടായിരുന്നോ, അതിന്റെ മുകളിൽ പൂശിയാണോ, അത്ര കൂടെ നടക്കുന്നത്. അതും സമയമില്ലാത്തതുകൊണ്ട് അതൊക്കെ ആ പേപ്പറിൽ അതൊക്കെ എല്ലാ ഈ താങ്കൾ പറഞ്ഞ എല്ലാം രേഖാമൂലം കണക്കുണ്ട്. ഏതെങ്കിലും സംശയത്തിന് അടിസ്ഥാനമില്ല. മാത്രമല്ല ഈ സാധാരണഗതിയിൽ നമ്മൾ ഒരു ഉദ്യോഗസ്ഥനെ, അതായത് അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ ഇത്തരം ക്ഷേത്രങ്ങളിൽ പോയി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുകയും അതിനൊക്കെ വലിയ അഭിനന്ദനം ഏറ്റുവാങ്ങുകയും ചെയ്ത സാത്വികനായ ഒരു ഉദ്യോഗസ്ഥനെ സംശയം നിർത്തല്ലേ. ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, മണ്ണിൽ വീണ ഈ പറഞ്ഞ സ്വർണ്ണ തൂളിയടക്കം, മെഴുകിൽ പറ്റിയ സ്വർണ്ണത്തൂളിയടക്കം അരിച്ച് അതിന്റെ മില്ലിഗ്രാമിനെ കണക്കെടുത്തും മഹസലടക്കം രേഖപ്പെടുത്തിയ മനുഷ്യനെ പറ്റി അയാളെ പറ്റി എന്തോ ആരോപണമുണ്ടെന്ന് പറയല്ലേ CBR? താങ്കൾ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഞാൻ പറയാം. അദ്ദേഹം ഈ ഹാസ് ബീൻ ട്രസ്റ്റ് ലോട്ട് ഓഫ് പേപ്പേഴ്സ്. ഈ പേപ്പർ ശരിയാണോ ഇല്ലയെന്നേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അദ്ദേഹം ഒറ്റയ്ക്ക് എല്ലാം ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം മുന്നോട്ട് വെച്ച ആരോപണം അല്ലെങ്കിൽ അദ്ദേഹം പ്രതീക്ഷിച്ച, അദ്ദേഹം ബേസ്ഡ് ആക്കിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കണക്കുകൾ, ആ കണക്കുകളിൽ അദ്ദേഹത്തെ സഹായിച്ച ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് തെറ്റുപറ്റിയിട്ടുണ്ടോ എന്നതാണ് എൻ്റെ ചോദ്യം. സംശയം ചോദിക്കാം, പക്ഷെ അങ്ങനെ ഉറപ്പിച്ച് സംശയിക്കാനുള്ള തെളിവ് നമ്മൾ ഞാൻ ഇടപെടുന്നത്. കാരണം CN വാസു ജയിലിൽ നിന്ന് ഇറങ്ങുകയാണ്. ജാമ്യം കിട്ടിയ ശേഷമാണ് N വാസു ജയിലിൽ നിന്ന് ഇറങ്ങുന്നത്. ശബരിമല ഞങ്ങലക തന്നെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജാമ്യം കിട്ടിയ N വാസു, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് കൂടിയായിരുന്ന N വാസു ഇപ്പോൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. സ്വാഭാവിക ജാമ്യം തന്നെയാണ്. കുറ്റപത്രം സമർപ്പിക്കാത്ത, കുറ്റപത്രത്തിൻ്റെ അഭാവത്തിലാണ് സ്വാഭാവിക ജാമ്യം. അപ്പോൾ ആദ്യം മുരാരി ബാബു ജാമ്യം കിട്ടിപ്പോയി, പിന്നെ സുധീഷ് കുമാർ ജാമ്യം കിട്ടിപ്പോയി, പിന്നെ പോറ്റി ജാമ്യം കിട്ടിപ്പോയി, ഇപ്പോൾ N വാസു കൂടി ജാമ്യം കിട്ടി പോകുന്നുണ്ട്. ജയശ്രീയുടെ മുൻകൂർ ജാമ്യം തൽക്കാലം കൊടുക്കാൻ സുപ്രീം കോടതി തയ്യാറായിട്ടുമില്ല. PR, ഞാൻ താങ്കൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആണ് ഇടവിലേക്ക് പോയത്. ഇവിടെ ആ വാജിവാഹനം തന്ത്രിക്ക് കൊടുത്തു എന്ന് ഒഴിച്ചു നിർത്തിയാൽ പഴയ കൊടിമര അവിടെയുണ്ട്, സ്വർണ്ണപ്പറകൾ അവിടെയുണ്ട്, അഷ്ടദിക്പാലർ അവിടെയുണ്ട്, അവരുടെ പീഠം അവിടെയുണ്ട്, എല്ലാം സ്ട്രോങ് റൂമിലുണ്ട്. അതുകൊണ്ട് ഈ രസീത് കൊടുത്തില്ല എന്ന ചട്ടലംഘനം അവിടെ നിൽക്കുമ്പോഴും ഈ ശബരിമല ക്ഷേത്രക്കൊള്ളയ്ക്ക് ഒരു ബാലൻസിങ് കൊള്ള എന്ന നിലയ്ക്ക് കൊടിമരം പറയാൻ പറ്റുമെന്ന് സംശയമുണ്ടോ എനിക്ക് PR? നോക്കൂ, ഞാനിതിൽ താങ്കളുടെ ഒരു ഇത്രയും റിപ്പോർട്ട് പറഞ്ഞ സ്ഥിതിക്ക് ഇത് ജനങ്ങൾക്ക് എത്രത്തോളം താല്പര്യമുണ്ടെന്ന് ചോദിച്ചാൽ, അഭിഭാഷക കമ്മീഷന് വീഴ്ച പറ്റിയെന്ന് SITയും വിജിലൻസിൻ്റെയും റിപ്പോർട്ടുണ്ട്. അതുപ്രകാരം 1 മാസത്തിനകം ആ റിപ്പോർട്ട് ഡിവിഷൻ ബെഞ്ച് ഇവിടുത്തെ ഡിവിഷൻ ബെഞ്ച് കൃത്യമായിട്ട് SITയോട്, പുതിയ SIT ആണോ അതേ പഴയ SIT ആണോ പറഞ്ഞുകൂടാ, അല്ലെങ്കിൽ പുതിയ SIT രൂപീകരിച്ചിട്ട് റിപ്പോർട്ട് നൽകണമെന്ന് ഡിവിഷൻ ബെഞ്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കൂടുതൽ എനിക്ക് അതിനെക്കുറിച്ച് പറയാനില്ല. കാരണം ഡിവിഷൻ ബെഞ്ച് തന്നെയാണ്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ച് തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ആരോപണങ്ങളുടെ അകത്തുക. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കുറേയും കൂടിയുണ്ട്. താങ്കൾ വായിച്ച റിപ്പോർട്ടിൽ താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയായിരിക്കാം, പക്ഷേ ഡിവിഷൻ ബെഞ്ച് തന്നെ ഇങ്ങനെ ഉത്തരവിട്ടിട്ടുണ്ട്. ഇങ്ങനത്തെ വാർത്തകളുടെ റിപ്പോർട്ടിൻ്റെ ഭാഗവും ഞാൻ കാണിച്ചു തരാം. ഒന്ന്, ഇതിനെക്കുറിച്ച് അവിടെ മാറ്റിവെക്കൂ. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വികസനമാണ് നടന്നത്. ഞാൻ ഒരൊറ്റ കാര്യം മാത്രം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ പെരിയാർ ടൈഗർ റിസർവിൻ്റെ ചെയർമാൻ ആരാ? ശശീന്ദ്രനാണ്. ശശീന്ദ്രൻ്റെ ഹെഡ് CM ആണ്. ഇവിടെ ഈ മാസ്റ്റർ പ്ലാൻ നടന്ന കാലഘട്ടം മുതൽ വെറും 12 ഹെക്ടർ സ്ഥലം മാത്രമാണ് ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് ചോദിച്ചിട്ടുള്ളത്. നിലയ്ക്കൽ ഏതാണ്ട് 110 ഏക്കറോളം ചോദിച്ചിട്ടുണ്ട് ബാക്കി ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്.
ഇതുവരെ ഈ ടൈഗർ റിസർവിൻ്റെ ഭാഗമായി വെറും 12 ഹെക്ടർ അല്ലെങ്കിൽ അതിനൊരു 10 ഹെക്ടറിനോ അല്ലെങ്കിൽ 5 ഹെക്ടറെങ്കിലും ഇതാ ശബരിമലയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ശബരിമല ഈ അയ്യപ്പ സംഗമം നടത്തിയതെങ്കിൽ ശബരിമല വികസനത്തെക്കുറിച്ചും അവിടെ ജനങ്ങൾ നേരിടുന്ന ഭക്തർ നേരിടുന്ന അവിടുത്തെ എത്രയെത്ര പ്രശ്നങ്ങൾ, അവിടെ വിധി വയ്ക്കാൻ സ്ഥലമില്ല, വികസനത്തിന് സ്ഥലമില്ല, അവിടെ ജനങ്ങൾക്ക് കുടിവെള്ളമില്ല, അത്തരത്തിലുള്ള ധാരാളം കാര്യങ്ങൾക്കുള്ളൊരു തുടക്കമെങ്കിലും ആവുമായിരുന്നു. സംസ്ഥാന സർക്കാരിന് ഒരു ദിവസം കൊണ്ട്, ഒരു മിനിറ്റ് കൊണ്ട് എടുക്കാവുന്ന ഒരു തീരുമാനം ശരിയാണ്. അങ്ങനെ സമയം കഴിഞ്ഞതുകൊണ്ടാണ്. എന്തായാലും ഈ പറയുന്ന അയ്യപ്പ സംഗമത്തിന്റെ ചെലവ് വരവ് ചെലവ് കണക്കുകൾ കോടതിയിലേക്ക് വീണ്ടും എത്താൻ പോകുന്നുണ്ട്. കോടതിയുടെ സജീവ പരിഗണനയിലേക്ക് വരാൻ പോകുന്നു. കോടതി അത് സാഗൂതം വീക്ഷിക്കുന്നുണ്ട്. 10 ദിവസം കഴിയുമ്പോൾ കണക്ക് ഉറപ്പായി നമുക്ക് വീണ്ടും ഈ ചർച്ചയിൽ ഇരിക്കേണ്ടി വരും. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. പ്രിയ പ്രേക്ഷകർക്ക് ശുഭരാത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.